So hi all, welcome to eMerit Plus. So നമുക്ക് ഈ വരുന്ന എക്സാമിനേഷന് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന പേപ്പറിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന സം ഓഫ് ദ മോസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസിനെ പറ്റി ഒരു ഡിസ്കഷൻ നടത്താം. അതായത് ഒരുപാട് ഈസി ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, എന്നാൽ കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഈ മോഡ്യൂളിനകത്ത് നിന്ന് നമുക്ക് ഡിസ്കഷനിലേക്ക് കൊണ്ടുവരാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 1 ശ്രദ്ധിക്കുക. For the circuit shown in the below circuit, എന്താണ്? For the circuit shown in the below figure, what is the output F? Output F എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കുക. ഇതിനകത്ത് here we have എന്താണ് output F അല്ലേ? Output F ഇവിടെ പ്രസന്റ് ആണ്. So ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. This is an XOR gate അല്ലേ? This is an XOR gate. A combination of XOR gate ആണത്. So ശ്രദ്ധിക്കേണ്ട കാര്യം XOR ഗേറ്റിൻ്റെ ഒരു പ്രത്യേകത. XOR ഗേറ്റിൻ്റെ ഒരു പ്രത്യേകത അറിയുക. എന്താണ് XOR ഗേറ്റിൻ്റെ പ്രത്യേകത? XOR ഗേറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക, അതിൻ്റെ ട്രൂത്ത് ടേബിൾ ശ്രദ്ധിക്കുക. സോ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനകത്ത് 3 XOR ഗേറ്റ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ അല്ലേ? പക്ഷേ നമുക്കെന്താണ് ഇൻ എക്സാമിനേഷൻ വേണമെങ്കിൽ n നമ്പർ ഓഫ് XOR ഗേറ്റ്സ് കാസ്കേഡ് ചെയ്തിട്ടുള്ള രൂപത്തിൽ തന്നിട്ടുണ്ട് എങ്കിൽ നമുക്ക് എങ്ങനെ ആൻസർക്ക് കണ്ടുപിടിക്കാം. സോ ഈ പർട്ടിക്കുലർ കേസ് നോക്കുക. സോ ആദ്യമേ ഞാൻ ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ ഒന്ന് വരയ്ക്കുകയാണ്. ട്രൂത്ത് ടേബിൾ ഓഫ് XOR ഗേറ്റ് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ്. XOR ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ എന്താണ്? ട്രൂത്ത് ടേബിൾ ഓഫ് XOR ഗേറ്റ് എന്താണ് പറയുന്നത്? 2 ഇൻപുട്ട് ആണ് അല്ലേ? സോ 0 0 0 1 1 0 ആൻഡ് 1 1 ഇതാണ് നമുക്ക് പറ്റുന്ന മാക്സിമം കോമ്പിനേഷൻ എന്ന് പറയുന്നത് അല്ലേ? സോ ഈ കേസിനകത്ത് XOR ഗേറ്റ് ആണ് അല്ലേ? അതായത് ഇൻപുട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ വി വിൽ ബി ഹാവിങ് ഔട്ട്പുട്ട് 1. അതായത് 0യും 1ഉം വന്നാൽ ഔട്ട്പുട്ട് 1, 1ഉം 0യും വന്നാൽ ഔട്ട്പുട്ട് 1. ഇത് 2 ഇൻപുട്ടാണ്. ലെറ്റ് ദിസ് ബി എക്സ് ആൻഡ് വൈ ഇൻപുട്ട്. ബാക്കി 2 കേസിലും ഔട്ട്പുട്ട് ഈസ് ഗോയിങ് ടു ബി 0. ഇനി നമ്മൾ ഈ ട്രൂത്ത് ടേബിളിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഒരു ഇൻപുട്ട് 0 ആണെങ്കിൽ മറ്റേ ഇൻപുട്ട് തന്നെയായിരിക്കും ഔട്ട്പുട്ട്. ഒരു ഇൻപുട്ട് 0 ആണ്, ദ അതർ ഇൻപുട്ട് ഇസ് ദ ഔട്ട്പുട്ട്. ഞാൻ ഇതിന് എക്സ് ഡാഷ് എന്ന് കൊടുക്കാം, കാരണം വൈ എന്ന് പറയുന്നത് ഔട്ട്പുട്ട്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഇസ്, എക്സ് 2 ഇൻപുട്ട് എന്ന് പറയാം. ഓക്കെ, ഞാൻ പറയുന്നത് ലെറ്റ് വൈ ബി ദ ഔട്ട്പുട്ട്. ഒരു ഇൻപുട്ട് 0 ആണെങ്കിൽ മറ്റേ ഇൻപുട്ട് തന്നെയാണ് ഔട്ട്പുട്ട്. ഇത് ഇവിടെ 0 വന്നു, സോ 1 ഇസ് ദി ഔട്ട്പുട്ട്. ഇവിടെ 0 വന്നു, സോ 1 ഇസ് ദി ഔട്ട്പുട്ട്. അല്ലാത്ത കേസിൽ 0 ആണ് ഔട്ട്പുട്ട്. അതല്ലാതെ ശ്രദ്ധിക്കുക, ഒരു ഇൻപുട്ട് 1 ആണെങ്കിൽ നമുക്ക് നേരെ റിവേഴ്സ് ആയിട്ടും പറയാം. ഒരു ഇൻപുട്ട് 1 ആണെങ്കിൽ മറ്റേ ഇൻപുട്ടിൻ്റെ കോംപ്ലിമെൻ്ററി ആണ്. ഒരു ഇൻപുട്ട് 1 ആണെങ്കിൽ മറ്റേ ഇൻപുട്ടിൻ്റെ കോംപ്ലിമെൻ്ററി ആണ്. ഒരു ഇൻപുട്ട് 1 ആണെങ്കിൽ മറ്റേ ഇൻപുട്ടിൻ്റെ കോംപ്ലിമെൻ്ററി ആണ് ഔട്ട്പുട്ട്. ഓക്കെ ആണല്ലോ? സോ വെൻ ദ ഇൻപുട്ട്സ് ആർ സെയിം ഔട്ട്പുട്ട് ഇസ് ഗോയിങ് ടു ബി 0 എന്നും കൂടെ ശ്രദ്ധിക്കുക. വെൻ ദ ഇൻപുട്ട്സ് ആർ സെയിം ഔട്ട്പുട്ട് ഇസ് ഗോയിങ് ടു ബി 0. ഇത്രയും പോയിന്റ്സ് വെച്ചിട്ട് നമുക്ക് XOR ഗേറ്റിനെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, ഹിയർ വി ഹാവ് എൻ XOR ഗേറ്റ്, എക്സും എക്സും. വെൻ ദ 2 ഇൻപുട്ട്സ് ആർ സെയിം ഔട്ട്പുട്ട് ഇസ് ഗോയിങ് ടു ബി 0. ഔട്ട്പുട്ട് ഇസ് ഗോയിങ് ടു ബി 0. ദാ ഈ എക്സ് ഞാൻ ഇതിൻ്റെ ഇൻപുട്ടിൽ കൊടുത്തു, 0 ആൻഡ് എക്സ്. 0 ആൻഡ് എക്സ് ആർ ദ ഇൻപുട്ട് ടു ദിസ് XOR ഗേറ്റ്. സോ അപ്പോൾ എന്ത് സംഭവിച്ചു? 0 ആൻഡ് എക്സ് ആർ ദ ഇൻപുട്ട് ടു ദിസ് XOR ഗേറ്റ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വെൻ 1 ഇൻപുട്ട് ഇസ് 0, അതർ ഇൻപുട്ട് ബിക്കംസ് ദി ഔട്ട്പുട്ട്. സോ ഔട്ട്പുട്ട് ഇസ് എക്സ്. ഈ എക്സ് വീണ്ടും ഇങ്ങോട്ടേക്ക് വരുന്നു. സോ വി ഹാവ് അനദർ XOR ഗേറ്റ് വിത്ത് 2 ഇൻപുട്ട് ആസ് എക്സ്. When 2 input is same in the case of an XOR gate, output is going to be 0. So നമ്മുടെ ആൻസർ എന്താണ്? Our answer is 0. Our answer is എന്താണ്? 0. 1 0 x bar എന്നാണ് ഓപ്ഷൻസ്. നമ്മുടെ ആൻസർ എന്താണ്? 0. നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടി അല്ലേ? കാരണം നമുക്ക് ശ്രദ്ധിക്കേണ്ട പോയിന്റ്, XOR ഗേറ്റ്സിനകത്ത് ഇൻപുട്ട് സെയിം ആണെങ്കിൽ ഔട്ട്പുട്ട് 0. XOR ഗേറ്റിനകത്ത് ഒരു ഇൻപുട്ട് 0 ആണെങ്കിൽ അതർ ഇൻപുട്ട് ഇസ് ദ സെയിം ആസ് ദ ഔട്ട്പുട്ട്. XOR ഗേറ്റിൽ ഒരു ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് ഇസ് ദ കോംപ്ലിമെൻ്ററി ഓഫ് ദി അതർ ഇൻപുട്ട്. ഈ 3 പോയിന്റ് ശ്രദ്ധിക്കുക ഇൻ ദ കേസ് ഓഫ് XOR ഗേറ്റ്. ശരി, അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 2. ഇഫ് ദ ഇൻപുട്ട് ടു ദ ഡിജിറ്റൽ സർക്യൂട്ട് ഓഫ് ദ ഫിഗർ ബിലോ കൺസിസ്റ്റിംഗ് ഓഫ് എ കാസ്കേഡ് ഓഫ് 20 XOR ഗേറ്റ്. ശ്രദ്ധിക്കുക, 20 XOR ഗേറ്റിനെ ഞാൻ അങ്ങ് കാസ്കേഡ് ചെയ്തു എന്ന് വിചാരിക്കാം. I have cascaded 20 XOR gates. Then what is the output Y? അപ്പോൾ എന്തായിരിക്കും ഇനി ശ്രദ്ധിക്കേണ്ടത്? ശ്രദ്ധിക്കുക, 20 XOR ഗേറ്റ് കാസ്കേഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഇൻപുട്ട് എന്താണെന്ന് ഫസ്റ്റ് ശ്രദ്ധിക്കുക.
എക്സ് ആൻഡ് 1. ശ്രദ്ധിക്കുക, എക്സ് ഓർ കാസ്കേഡ് ചെയ്തേക്കുന്നത് കണ്ടോ, ഇവിടെ ഡോട്ടഡ് ലൈനാണ്. ദാറ്റ് മീൻസ് ഈ 2 കഴിഞ്ഞ് ഒരു 16 കൂടെ ഉണ്ട്, അത് കഴിഞ്ഞ് 2 കൂടെ. എൻഡ് ഔട്ട്പുട്ടാണ് y. ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഔട്ട്പുട്ട് y? ഓപ്ഷനും നേരത്തെ പോലെ തന്നെ 0, 1, എക്സ് കോംപ്ലിമെൻറ്റ് എക്സ്, 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. എങ്ങനെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാം? ശ്രദ്ധിക്കുക, ഇൻപുട്ട് ഇവിടെ 1, ഇവിടെ എക്സ്. വെൻ വൺ ഇൻപുട്ട് ഇസ് 1 ആൻഡ് ദ അതർ ഇൻപുട്ട് ഇസ് എക്സ്. ഞാൻ പറഞ്ഞു ഒരു ഇൻപുട്ട് 1 ആണെങ്കിൽ എക്സ് ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ മറ്റേ ഇൻപുട്ടിൻ്റെ കോംപ്ലിമെൻ്ററി ആയിരിക്കും. സോ ഹിയർ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എക്സ് ബാർ. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എക്സ് ബാർ. ഇവിടെ എക്സ് ബാർ, ഇവിടെ എന്താണ് എക്സ്, എക്സ് ആൻഡ് എക്സ് ബാർ. അതായത് ഇൻപുട്സ് ആർ കോംപ്ലിമെൻറ്റിംഗ് ടു ഈച്ച് അതർ. സോ ഇറ്റ് ക്യാൻ ബി ഐദർ 1, 0 or it can be 0, 1. In either case, output is going to be 1. In either case, output is going to be 1. So ഇപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? 2 കാസ്കേഡ് ചെയ്തപ്പോൾ എനിക്ക് 2ാമത്തെ ഔട്ട്പുട്ട് 1 കിട്ടി. സോ 3ാമത്തെ ഇൻപുട്ട് എന്താണ്? 1x. അത് തന്നെയായിരുന്നു ഫസ്റ്റിൻ്റെ ഇൻപുട്ട് 1x. സോ തേർഡിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? എക്സ് ബാർ എക്സ്. ഫോർത്തിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1x. സോ ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത് ഫസ്റ്റ് 2 യൂണിറ്റ് എന്താണ്? ഫസ്റ്റ് 2 യൂണിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി എന്താണ്? റിപ്പീറ്റിംഗ്. നമുക്ക് പറയാം ഫസ്റ്റ് 2 യൂണിറ്റ് അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നു. സോ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് y? അതായത് 20ാമത്തെ എക്സോർ ഗേറ്റ് കഴിഞ്ഞതിന് ശേഷം ഔട്ട്പുട്ട് എന്തായിരിക്കുന്നു എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 20ാമത്തെ എക്സോർ ഗേറ്റ് കഴിയുമ്പോൾ എന്തായിരിക്കും? 2, 4, 6, 8 അങ്ങനെ പോകുന്നല്ലേ. 20 ഡിവൈഡഡ് ബൈ 2. 20 ഡിവൈഡഡ് ബൈ 2 അതൊരു വോൾ നമ്പർ ആണെങ്കിൽ ദെൻ വി വിൽ ബി ഹാവിങ് ഔട്ട്പുട്ട് 1 ആസ് y. y എന്തായിരിക്കും? 1 ആയിരിക്കും. 20 ഡിവൈഡഡ് ബൈ 2 ആണല്ലേ. സോ അതുകൊണ്ട് തന്നെ അതൊരു വോൾ നമ്പർ അല്ല എങ്കിൽ, അതൊരു ഫ്രാക്ഷൻ ആണെങ്കിൽ ഔട്ട്പുട്ട് ഇസ് ഗോയിങ് ടു ബി എക്സ് ബാർ. 2 പോസിബിൾ ഔട്ട്പുട്ട്സേ നമ്മുടെ കയ്യിലുള്ളൂ. എന്താണ്? 1ഉം അതോടൊപ്പം തന്നെ എക്സ് ബാറും. ഇറ്റ് ക്യാൻ ഐദർ ബി 1 ഓർ ഇറ്റ് ക്യാൻ ബി എക്സ് ബാർ. എക്സ് ബാർ ആവണമെങ്കിൽ ഓഡ് നമ്പർ ഓഫ് ഗേറ്റ്സിൻ്റെ ഔട്ട്പുട്ടാണ് എക്സ് ബാർ. അതായത് ഇപ്പം 21 XOR ഗേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി ഔട്ട്പുട്ട് y ഈസ് ഈക്വൽ ടു എക്സ് ബാർ ആയതിന്. ഇവിടെ 20 XOR ഗേറ്റ് ആണുള്ളത്. സോ ഔട്ട്പുട്ട് y ഈസ് ഗോയിങ് ടു ബി ഔട്ട്പുട്ട് y ഈസ് ഗോയിങ് ടു ബി 1. സോ നമ്മുടെ ഔട്ട്പുട്ട് നമുക്ക് എഴുതാം അല്ലേ ഇവിടെ? ഔട്ട്പുട്ട് ഈസ് ഗോയിങ് ടു ബി 1. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡിജിറ്റൽ സർക്യൂട്ട് ഷോൺ ബിലോ റെപ്രസെൻറ്റ്സ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ്? ഒരു ഡിജിറ്റൽ സർക്യൂട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഒരു ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് നമുക്ക് കാണാം. ആ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് ഫീഡ്ബാക്ക് എടുത്ത് എന്തൊക്കെയോ ചെയ്തേക്കാണ് അല്ലേ. ഡി നമുക്ക് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഇൻപുട്ട് എക്സ് ആണ്. ഇറ്റ് ഈസ് ഒബ്വിയസ് ഫ്രം ദ ഫിഗർ. നമ്മുടെ ഇൻപുട്ട് എന്താണ്? എക്സ് ആകുന്നു. നമ്മുടെ എക്സ് കൊടുത്താൽ ഇതെങ്ങനെ ഔട്ട്പുട്ട് ക്യൂ എന്ത് പാറ്റേണിലായിരിക്കും പോകുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ ദ വോൾ സർക്യൂട്ട് ഈസ് ഈക്വൽ ടു വാട്ട്? ഓപ്ഷൻ 1 JK ഫ്ലിപ്പ് ഫ്ലോപ്പ്, ക്ലോക്ക്ഡ് RS ഫ്ലിപ്പ് ഫ്ലോപ്പ്, T ഫ്ലിപ്പ് ഫ്ലോപ്പ് ഓർ എ റിംഗ് കൗണ്ടർ. എന്തായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക, ഇവിടെ ക്യൂ ആണല്ലേ. ഹിയർ ഇറ്റ് ഈസ് ക്യൂ. സോ ക്യൂ ഇവിടെ വരും. ക്യൂ വിൽ ബി കമ്മിങ് ഹിയർ. ഇത് എപ്പോഴും ക്യൂ ആയിരിക്കും അല്ലേ. ഇത് XOR ഗേറ്റ് ആണ്. ദിസ് ഈസ് ആൻ XOR ഗേറ്റ്. എന്താണ്? ദിസ് ഈസ് ആൻ XOR ഗേറ്റ്. സോ ഒരു XOR ഗേറ്റിൻ്റെ പ്രത്യേകത എന്താണ്? സ്പെഷ്യാലിറ്റി ഓഫ് ആൻ XOR ഗേറ്റ് ഈസ് വെൻ വൺ ഇൻപുട്ട് ഈസ് 0, അതർ ഇൻപുട്ട് ഈസ് സെയിം. വൺ ഇൻപുട്ട് ഈസ് 1, അതർ ഇൻപുട്ട് ഈസ് കോംപ്ലിമെൻറ്റിംഗ്. ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ പ്രത്യേകത എന്താണ്? ഇൻ ദ കേസ് ഓഫ് എ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്മൾ എന്ത് ഇൻപുട്ട് കൊടുക്കുന്നോ ക്ലോക്ക് കൊടുക്കുമ്പോൾ ആ ഇൻപുട്ട് നേരെ ഔട്ട്പുട്ടിലേക്ക് വരുന്നു. അതാണ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്. സപ്പോസ് ഞാൻ പറയുന്നു, ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം, എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു കാര്യമാണ് ഞാനും പറഞ്ഞത് അല്ലേ. ഇഫ് ഞാൻ പറയുന്നു ഇഫ് എക്സ് ഈക്വൽ ടു 0, എക്സ് ഞാൻ 0 കൊടുത്തു. എക്സ് ഞാൻ 0 കൊടുത്താൽ ശ്രദ്ധിക്കുക, എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ ക്യൂ XOR ഗേറ്റിൻ്റെ ഇൻപുട്ടിൽ വരും അല്ലേ. സോ ശ്രദ്ധിക്കുക, 0യും Qയും ആണ് XOR ഗേറ്റിൻ്റെ ഇൻപുട്ടിലേക്ക് വരുന്നത്. So what will be the output of the XOR gate? Output of the XOR gate is going to be Q. ഇവിടെ ഒരു D flip flop present ആണ്. ഞാൻ ഇവിടെ ഒരു ക്ലോക്ക് കൊടുത്തു കഴിഞ്ഞാൽ this Q will come out the output. ആ Qനെ തന്നെയാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത് അല്ലേ. So one input is 0, other input is same.
സോറി അതർ ഇൻപുട്ട് ഈസ് എന്താണ് ക്യൂ. സോ എക്സ് 0 ആണെങ്കിൽ ഞാനിവിടെ ക്ലോക്ക് കൊടുത്തുകൊണ്ട് ഇരുന്നിട്ട് ഒരു കാര്യമില്ല. എക്സ് 0 ആണെങ്കിൽ ഇവിടെ ക്യൂ എന്താണോ അത് അങ്ങനെ തന്നെ നിൽക്കും. സപ്പോസ് ഇഫ് ക്യൂ ഇസ് 0, 0 0 വിൽ ഗിവ് യു 0, 0 വിൽ കം ഔട്ട് അഗെയിൻ 0, അങ്ങനെ ആ 0 അങ്ങനെ തന്നെ നിൽക്കും ക്യൂ 0 ആണെങ്കിൽ. സപ്പോസ് ക്യൂ 1 ആണെങ്കിലോ, ക്യൂ 1 ആണെങ്കിൽ ഈ ക്യൂ ഇസിക്കൽ ടു 1 ആവും, എക്സ് ഇക്വൽ ടു 0 ആണ്. സോ 1 0 1 0 വിൽ ഗിവ് യു ഔട്ട്പുട്ട് 1. ആ 1 ക്ലോക്കിൽ ഇവിടെ എത്തും. സോ 1 വിൽ സ്റ്റേ ദെയർ. എത്ര ക്ലോക്ക് പൾസ് കൊടുത്തിട്ടും കാര്യമില്ല വെൻ എക്സ് ഇസ് 0. സോ വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 0, ഔട്ട്പുട്ട് എപ്പോഴും ക്യൂ തന്നെയാണ്, എത്ര ക്ലോക്ക് പൾസ് കൊടുത്തിട്ടും കാര്യമില്ല. ഓക്കെ ആണല്ലോ? ശ്രദ്ധിക്കുക, വെൻ എക്സ് ഈക്വൽ ടു 1, എക്സ് ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? എക്സ് ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു 1 ആയി അല്ലേ? സപ്പോസ് ഇവിടെ ക്യൂ ആണെന്ന് ഞാൻ പറഞ്ഞു. വെൻ എക്സ് ഈക്വൽ ടു 1, ഇവിടെ ക്യൂ ആണെങ്കിൽ ഔട്ട്പുട്ട് ഈസ് ഗോയിങ് ടു ബി ക്യൂ ബാർ. ഔട്ട്പുട്ട് എന്താവും? ക്യൂ ബാർ ആവും. സോ അടുത്ത ക്ലോക്ക് പൾസിൽ ഈ ക്യൂ എന്തായി മാറും? ക്യൂ ബാറായി മാറും. ആ ക്യൂ എന്തായി മാറും? ക്യൂ ബാറായി മാറും അല്ലേ? ദിസ് ഇസ് ക്യൂ ബാർ. ഇവിടെ ക്യൂ ബാർ ആയി കഴിഞ്ഞാൽ ഈ ക്യൂ ബാർ ഇവിടെ പ്രസന്റ് ആവും അല്ലേ? ആ ക്യൂ ബാർ ഇവിടെ പ്രസന്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ എക്സ് ആണ്, എക്സ് ഈക്വൽ ടു 1 ആണ്. ഇവിടെ ക്യൂ ബാർ ആണെങ്കിൽ ഈ ക്യൂ ബാർ വിൽ ചേഞ്ച് ടു ക്യൂ. സോ അടുത്ത ക്ലോക്ക് പൾസിൽ എന്താണ്? ക്യൂ ബാർ മാറി ക്യൂ ആവും. ഇവിടെ ക്യൂ വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഇവിടെയും ക്യൂ വരും, ഇവിടെ ക്യൂ വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഇത് ക്യൂ ബാർ ആയി മാറും. അടുത്ത ക്ലോക്ക് പൾസിൽ ഈ ക്യൂ ബാർ ഇപ്പുറത്തേക്ക് വരും, ക്യൂ ബാർ. സോ ഔട്ട്പുട്ട് ഈസ് ആക്ച്വലി ടോഗ്ലിംഗ്. ഔട്ട്പുട്ട് എന്താണ്? ഇറ്റ് ഈസ് കണ്ടിന്യൂസ്ലി ടോഗ്ലിംഗ് അല്ലേ? ഞാൻ ക്ലോക്ക് പൾസ് കൊടുത്തുകൊണ്ടേ ഇരുന്നാൽ ഔട്ട്പുട്ട് 1 0 1 0 1 0 1 0 അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. സോ വി ക്യാൻ സേ ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് എ ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് ടോഗിൾ ടൈപ്പ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. സോ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് ശ്രദ്ധിച്ചു? ഈ ക്വസ്റ്റ്യനകത്ത് ഈ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടിനെ നമ്മൾ ഇൻപുട്ട് ടു ദ എക്സോർ ഗേറ്റിലേക്ക് കൊടുത്ത് മോഡിഫൈ ചെയ്തിട്ടാണ് ഡിയിലേക്ക് ഇൻപുട്ട് കൊടുക്കുന്നത്. ഡിയിലേക്ക് ഡയറക്റ്റ് ഇൻപുട്ട് കൊടുക്കുന്നതിന് പകരം എക്സോർ ഗേറ്റിൻ്റെ ഇൻപുട്ടിലാണ് നമ്മൾ എന്താണ് ഇൻപുട്ട് കൊടുക്കുന്നത്. സോ എനിക്ക് വേണമെങ്കിൽ ഇത് മൊത്തത്തിൽ ഒരു ബോക്സ് ആക്കി ഇപ്പോൾ വരച്ചൂടെ? ഇത് മൊത്തത്തിൽ എനിക്കൊരു ബോക്സ് ആക്കിയിട്ട് ഐ ക്യാൻ സേ ദിസ് ഇസ് ക്യൂ ആൻഡ് ദിസ് ഇസ് ടി. ഇതാണ് ഒരു ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ അകത്തുള്ള ഒരു മോഡലാണ് ഇതെന്ന് എനിക്ക് പറയാം. സോ മൈ ആൻസർ ഇസ് ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. In the circuit shown in the figure below, assuming initially Q0 equal to Q1 equal to 0. ശ്രദ്ധിക്കുക, Q0 equal to Q1 is equal to 0. Then the states of Q0 and Q1 immediately after 33rd clock pulse, 33 clock pulse കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നാണ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിനേഷനകത്ത് എക്സ്പെക്ട് ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ മീനിങ് നമ്മൾ 33 ക്ലോക്ക് പൾസിൻ്റെ ഔട്ട്പുട്ട് ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്യണമെന്നല്ല. ദർ വിൽ ബി സം സിമെട്രി. ഒത്തിരി കുറച്ച് ക്ലോക്ക് പൾസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ദ സെയിം സീക്വൻസ് ഈസ് ഗോയിങ് ടു റിപ്പീറ്റ്. സോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുമ്പോൾ 33 അടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ. പക്ഷേ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഈ ഒരു സർക്യൂട്ടിൽ വെച്ച് തന്നെ സോൾവ് ചെയ്യാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ അത് 2-3 ക്ലോക്ക് പൾസ് കഴിയുമ്പോൾ നമ്മുടെ മൈൻഡിൽ അത് ഭയങ്കര കൺഫ്യൂഷൻ അറൈസ് ചെയ്യും. സോ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഒരു എഴുതി തന്നെ പോവാം. എങ്ങനെ എഴുതാം? ശ്രദ്ധിക്കുക, ഇനിഷ്യലി Q0 ഈക്വൽ ടു 0 ആൻഡ് Q1 ഈക്വൽ ടു 0. ഇതാണ് ഇനിഷ്യൽ സ്റ്റാറ്റസ് അല്ലേ? ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓക്കെ, ഇനി അടുത്ത ക്ലോക്ക് പൾസിൽ എന്താകുമെന്ന് നമുക്ക് നോക്കണം. ഓക്കെ, സോ ശ്രദ്ധിക്കുക, അങ്ങനെയാണെങ്കിൽ Q0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഔട്ട്പുട്ട് ഓഫ് J0 K0 അല്ലേ? ആൻഡ് Q1 ഇസ് ദ ഔട്ട്പുട്ട് ഓഫ് എന്താണ്? Q1 ഇസ് ദ ഔട്ട്പുട്ട് ഓഫ് എന്താണ്? J1 ആൻഡ് K1. J0 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ആദ്യം നമുക്ക് സർക്യൂട്ടിൽ തന്നിരിക്കുന്നത് എഴുതണം. J0 ഇസ് നത്തിങ് ബട്ട് Q1 ബാർ. J0 ഇസ് നത്തിങ് ബട്ട് എന്താണ്? Q1 ബാർ. Q1 ബാർ. K0 എന്താണ്? K0 is 1 അല്ലേ? K0 is given as 1. ഇത് രണ്ടും കൂടെ വരുമ്പോഴാണ് എനിക്ക് ശരിക്കും Q0 വരുന്നത്. ഇതിനി അടുത്ത ക്ലോക്ക് പൾസ് കൊടുത്താലേ ഈ Q0 ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ,
അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കുക J1 എന്ന് പറഞ്ഞാൽ എന്താണ്? In this case J1 equal to Q0 and K1 is equal to Q0 bar. J1 equal to Q0 and K1 is equal to എന്താണ്? K1 is Q0 bar. Q0 bar. ഇത് രണ്ടും കൂടെയാണ് എനിക്ക് എന്താണ് Q1 കിട്ടുന്നത്. ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് Q1 കിട്ടുന്നത്. ശ്രദ്ധിക്കുക. സോ ഈ കേസിൽ Q0 അല്ലേ. സോ ഫസ്റ്റ് ക്ലോക്ക് പൾസ് കൊടുത്തു കഴിയുമ്പോൾ ഔട്ട്പുട്ട് എന്ത് വരുമെന്ന് നോക്കണം അല്ലേ. സോ ഫസ്റ്റ് ക്ലോക്ക് പൾസ് കൊടുക്കുന്നതിന് മുന്നേ ഇൻപുട്ട് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. Q1 ബാർ അല്ലേ. മുമ്പിലത്തെ കേസ് Q1 is 0. സോ Q1 ബാർ is 1. സോ ഇവിടെ ഇൻപുട്ട് എന്താണ്? J1 K1 1,1 അല്ലേ. ഇവിടെ J1 equal to Q0. മുമ്പിലത്തെ കേസിൽ Q0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is 0. K1 is equal to Q0 bar. So it is 1. So ഞാൻ ഇനി എന്താണ് ഫസ്റ്റ് ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്തു. ഫസ്റ്റ് ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുമ്പോൾ J equal to K equal to 1. ഔട്ട്പുട്ട് വിൽ ടോഗിൾ. ഔട്ട്പുട്ട് Q is equal to 0 നിന്ന് 1 വരും. ഇവിടെ എന്താണ് K equal to 1 J equal to 0 റീസെറ്റ്. ഔട്ട്പുട്ട് എന്താണ് 0 തന്നെ നിൽക്കും. സോ ആഫ്റ്റർ ഫസ്റ്റ് ക്ലോക്ക് പൾസ് ദ ഔട്ട്പുട്ട് ഈസ് 1,0. ഇതാണ് ഇത് ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ. ഇനി സെക്കൻഡ് ക്ലോക്ക് പൾസിൽ എന്ത് സംഭവിക്കുന്നു എന്ന് അറിയണമെങ്കിൽ സെക്കൻഡ് ക്ലോക്ക് പൾസിന് മുന്നേ എന്തൊക്കെയാണ് ആ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ട് എന്ന് അറിയണം. എന്നാലല്ലേ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ എന്താണ് സ്റ്റാറ്റസ് എന്താണെന്ന് പറയാൻ പറ്റൂ ആഫ്റ്റർ ദ ക്ലോക്ക് പൾസ്. സോ വി ഷുഡ് നോ വാട്ട് ഈസ് J0 ആൻഡ് K0. K0 1 തന്നെയാണ് എപ്പോഴും. J0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് Q1 ബാർ അല്ലേ. അവിടെ Q1 എന്താണ്? 0 ആണ്. സോ Q1 ബാർ ഈസ് എന്താണ്? 1. Q1 ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് 1. സോ ഇവിടെ നമുക്ക് Q0 കിട്ടും. അതുപോലെ തന്നെ J1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് Q0 ബിഫോർ. J1 എന്താണ്? 1. K1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് Q0 ബാർ. ഇറ്റ് ഈസ് 1,0. സോ ഈ ഒരു സ്റ്റാറ്റസിൽ നിന്ന് നമുക്ക് Q1 കിട്ടും. എപ്പോൾ? വെൻ ഐ ഗീവ് ക്ലോക്ക് പൾസ്. ക്ലോക്ക് പൾസ് കൊടുത്തു. ക്ലോക്ക് പൾസ് കൊടുത്തപ്പോൾ ശ്രദ്ധിക്കുക Q0 എന്തായി മാറിയപ്പം J0 equal to 1 K0 equal to 1 ടോഗിൾ Q0 equal to 0. അതായത് Q0 1 നിന്ന് 0 വന്നു. J1 is equal to 1 K1 equal to 0 സെറ്റായി. സോ Q1 is 1. Q1 is 1. ഓക്കെ ആണല്ലോ. തേർഡ് ക്ലോക്ക് പൾസ് നോക്കാം. തേർഡ് ക്ലോക്ക് പൾസ് നോക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇതാണ് എൻ്റെ തേർഡ് ക്ലോക്ക് പൾസ്. തേർഡ് ക്ലോക്ക് പൾസിനകത്ത് ശ്രദ്ധിക്കുക J0 equal to Q1 ബാർ അല്ലേ. Q1 ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് 0. Q1 ബാർ ഈസ് ഇക്വൽ ടു 0. തേർഡ് ക്ലോക്ക് പൾസ് കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ ഇൻപുട്ടാണ് എഴുതുന്നത്. K0 equal to 1 അല്ലേ. K0 equal to 1 കൊടുത്താൽ Q0 എന്ത് സംഭവിക്കുന്നു? Q0 റീസെറ്റ് ആയി തന്നെ നിൽക്കും അല്ലേ. Q0 റീസെറ്റ് ആയി തന്നെ നിൽക്കും. K equal to 1 J equal to 0. സോ Q വിൽ ബി റീസെറ്റ്. J1 എന്താണ് ഈ കേസിനകത്ത്? J1 is equal to Q0 അല്ലേ. ഇവിടുത്തെ Q0 എന്താണ്? ഇറ്റ് ഈസ് 0. K1 is equal to എന്താണ്? K1 is equal to Q0 ബാർ അല്ലേ. ഇവിടുത്തെ Q0 0 ആണെങ്കിൽ ഇവിടെ 1. സോ ഔട്ട്പുട്ട് എന്ത് സംഭവിക്കുന്നു? Q1 എന്താവും? റീസെറ്റ് ആയി മാറും. കാരണം നേരത്തെ 1 ആയിരുന്നു, ഇപ്പോൾ 0 ആയി. ഇനി ഒന്ന് ഒബ്സർവ് ചെയ്യാം. Q is equal to 0 Q is equal to 1. സോറി Q0 equal to 0 Q1 is equal to 0. ഇത് തന്നെയായിരുന്നു നമ്മുടെ ഇനിഷ്യൽ സ്റ്റേറ്റ് അല്ലേ. ഇനിഷ്യലി നമ്മൾ 0,0 നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ 3 ക്ലോക്ക് പൾസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് 0,0 വീണ്ടും വന്നു. 3 ക്ലോക്ക് പൾസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് 0,0 വീണ്ടും വന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? 6ാമത്തെ ക്ലോക്ക് പൾസ് കഴിയുമ്പോൾ 0,0 വരും. 9ാമത്തെ ക്ലോക്ക് പൾസ് കഴിയുമ്പോൾ വീണ്ടും 0,0 വരും. സോ അങ്ങനെ തേർഡിൻ്റെ മൾട്ടിപ്പിൾ, എവിടെയൊക്കെ തേർഡിൻ്റെ മൾട്ടിപ്പിൾ കയറുന്നു അവിടെയെല്ലാം എനിക്ക് 0,0 കിട്ടും. അവിടെയെല്ലാം എനിക്ക് 0,0 കിട്ടും. ശരി, അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് ദ എന്താണ് സ്റ്റേറ്റ് ഓഫ് Q0 ആൻഡ് Q1 ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ 33rd പൾസ്? കിട്ടിയല്ലോ. 33 എന്ന് പറയുന്ന ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 അല്ലേ. 33 is a multiple of 3. So immediately after the 33rd clock pulse എന്താണ്? The output is going to be 0,0. എല്ലാ തേർഡ് പൾസും കഴിയുമ്പം ഔട്ട്പുട്ട് റീസെറ്റ് ആവുന്നുണ്ട് അല്ലേ. After every clock pulse output is resetting. So after every third clock pulse output is resetting. So അതുകൊണ്ട് 33rd clock pulse which is a multiple of 3 കഴിയുമ്പോൾ output will be 0,0. ശരി, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.
ശ്രദ്ധിക്കാം. The circuit shown in the figure below generates the function. The circuit shown in the figure below generates the function. എന്ത് ഫംഗ്ഷൻ ആണ് ജനറേറ്റ് ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ എക്സ് എക്സ് ഓർ വൈ, ഓപ്ഷൻ ബി 0, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കുക എന്തായിരിക്കും ഫംഗ്ഷൻ ജനറേറ്റ് ചെയ്യാൻ പോകുന്നതെന്ന്. ഇവിടെ എക്സും വൈയും ആണുള്ളത് അല്ലേ. ഫസ്റ്റ് എക്സോർ ഗേറ്റ്, ദിസ് ഇസ് ആൻ എക്സോർ ഗേറ്റ്. ഫസ്റ്റ് എക്സോർ ഗേറ്റ് കഴിയുമ്പോൾ ദിസ് ഈസ് എക്സ് എക്സോർ വൈ, which is one of the input of second XOR gate. Second XOR gate ന്റെ ഇൻപുട്ട് എന്താണ്? This is y. Second XOR gate ന്റെ സെക്കൻഡ് ഇൻപുട്ട് എന്താണ്? That is y. അത് y ആണെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? This is going to be x XOR y XOR y. ഇതിന്റെ അടുത്ത ഇൻപുട്ട് y ആണ്. So it is going to be x XOR y XOR y XOR y XOR y. Y XOR y is 0. Y XOR y is 0. കാരണം എന്താണ്? വൈയും വൈയും കൂടെ എക്സോർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഇൻപുട്ട് സെയിം ആണെങ്കിൽ ഔട്ട്പുട്ട് ഇസ് ഗോയിങ് ടു ബി 0. ആ 0യും വൈയും കൂടെ ഞാൻ എക്സോർ ചെയ്ത് കഴിഞ്ഞാൽ when one input is 0, other output is going to be the other input. So ഈ 3 വൈയും കൂടെ ഞാൻ എക്സോർ ചെയ്ത് കഴിഞ്ഞാൽ I will be getting answer y. So ഇവിടുത്തെ എൻ്റെ ഔട്ട്പുട്ട് എന്താണ്? That is x XOR y, which is the input to the last XOR gate. ഓക്കെ ആണല്ലോ. ശരി, അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത കേസ് നോക്കിക്കോ. താഴേക്ക് വരാം. താഴത്തെ കേസിൽ വരുമ്പോൾ ദിസ് ഇസ് വൈ, അതോടൊപ്പം തന്നെ ദിസ് ഈസ് എക്സ്. ഇത് എക്സ് ആണെങ്കിൽ ഹിയർ വി ഹാവ് എക്സ്, ഇത് വൈ ആണെങ്കിൽ ഹിയർ വി ഹാവ് വൈ. ഇതൊരു എക്സോർ ഗേറ്റ് ആകുന്നു. സോ എക്സോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്തായി മാറുന്നു? എക്സ് എക്സോർ വൈ. എക്സോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്താണ്? എക്സ് എക്സോർ വൈ. ഈ എക്സോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? എക്സ് എക്സോർ വൈ എക്സോർ വൈ അല്ലേ. എക്സ് എക്സോർ വൈ എക്സോർ വൈ. ഈ എക്സോർ ഗേറ്റിൻ്റെ അടുത്ത ഇൻപുട്ട് എക്സ് ആണ്. സോ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്? എക്സ് എക്സോർ വൈ എക്സോർ വൈ എക്സോർ എക്സ് എക്സോർ എക്സ്. ഓക്കെ ആണല്ലോ. സോ നമുക്കിനി ഒരു 4 ഇൻപുട്ട് എക്സോർ ഗേറ്റ് ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം അല്ലേ. എക്സ് എക്സോർ വൈ എക്സോർ വൈ എക്സോർ എക്സ്. അങ്ങനെ ഒരു എക്സോർ ഗേറ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഔട്ട്പുട്ട്? ശ്രദ്ധിക്കുക, വൈ എക്സോർ വൈ. വൈ എക്സോർ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് 0. വൈ എക്സോർ വൈ ഈസ് 0. സോ ഇവിടെ എനിക്ക് 0 കിട്ടി അല്ലേ. 0 എക്സോർ എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ്. എക്സ് എക്സോർ എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 0. സോ ഇവിടുത്തെ ഈ എക്സോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്താണ്? 0 ആണ്. സോ ഫൈനൽ എക്സോർ ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട് 0യും മറ്റേ ഇൻപുട്ട് എക്സ് എക്സോർ വൈ ആണ്. So my output is going to be x XOR y. എന്താണ്? My output is going to be, my final output is going to be x XOR y. My final output is going to be x XOR y. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. Which logic inputs, ശ്രദ്ധിക്കുക, which logic input should be given to the input lines? ഇതാണ് ഇൻപുട്ട് ലൈൻ. I0, I1, I2 and I3 ആയിക്കോട്ടെ. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ലെറ്റ് ഇറ്റ് ബി I0, I1, I2 and I3. If the mux is to be behaving as a 2 input XOR gate, ഇതൊരു 4:1 mux ആണ് അല്ലേ. 4:1 mux means 4 ഇൻപുട്ട് ഉണ്ടാവും, 2 സെലക്ടർ ലൈൻ ഉണ്ടാവും. ഈ 4 ഇൻപുട്ടിനെ സെലക്ട് ചെയ്യണമെങ്കിൽ എനിക്ക് 2 കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട് വേണം അല്ലേ. എങ്കിൽ മാത്രമേ 4 കോമ്പിനേഷൻ കിട്ടൂ. ഇറ്റ് ഷുഡ് ബി 0 0 0 1 1 0 1 1 1 0 0 0 1 1 0 then 1 1. സെലക്ടർ സ്വിച്ച് അകത്തുണ്ടാവും 0 0 0 1 1 0 and 1 1. അതാണ് സെലക്ടർ സ്വിച്ചിൻ്റെ പൊസിഷൻ. ആ സെലക്ടർ സ്വിച്ചിനെ പൊസിഷനെ ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് ഈ കൺട്രോൾ ലൈൻസ്. സോ ഇത് ബേസിക് നോളജ് ആണ്. മക്സ് ഇസ് ടു ബിഹേവ് ആസ് എ 2 ഇൻപുട്ട് XNOR ഗേറ്റ്. ഈ മക്സ് ഒരു 2 ഇൻപുട്ട് XNOR ഗേറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യണം എന്നാണ് പറയുന്നത്. ശരി, ആയിക്കോട്ടെ. അതിന് നമുക്ക് ആദ്യമേ XNOR ഗേറ്റ് എന്താണെന്ന് അറിയണം. XNOR ഗേറ്റ് കാണാൻ എങ്ങനെയായിരിക്കും എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ. ഇതാണ് 2 ഇൻപുട്ട് XNOR ഗേറ്റ്. XNOR ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെയാണ്? വാട്ട് ക്യാൻ ബി ദ ട്രൂത്ത് ടേബിൾ? XNOR ഗേറ്റ് സപ്പോസ് എക്സും വൈയും ആണ് ഇൻപുട്ട് എങ്കിൽ x can be 0 0 0 1 1 0 and 1 1.
XNOR ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നെഗേഷൻ ഓഫ് XOR ഗേറ്റ്. അതായത് രണ്ട് ഇൻപുട്ട് സെയിം ആവുമ്പോൾ ഔട്ട്പുട്ട് 1 ആവും, രണ്ട് ഇൻപുട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് ഈസ് ഗോയിങ് ടു ബി 0. ഔട്ട്പുട്ട് ഈസ് ഗോയിങ് ടു ബി 0. ഈസി. ശരി, അപ്പോഴേ നിങ്ങൾ ശ്രദ്ധിക്കുക, ട്രൂത്ത് ടേബിളിൽ നിന്ന് തന്നെ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ആൻസർ കിട്ടിക്കഴിഞ്ഞു. എങ്ങനെ? വെൻ ഇൻപുട്ട് ഈസ് 0 0 ഔട്ട്പുട്ട് ഈസ് 1, ഔട്ട്പുട്ട് ഷുഡ് ബി 1. വെൻ ഇൻപുട്ട് ഈസ് 0 0 the selector switch will be pointing towards I0. So I0യിൽ ഞാൻ എന്താണ് 1 കൊടുക്കണം. I0യിൽ 1 കൊടുക്കണം. I0യിൽ 1 കൊടുത്തു. When the input is എന്താണ് 0 1. When the input is 0 1, 0 1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ് അല്ലേ? സോ സെലക്ടർ സ്വിച്ച് I1ലേക്ക് പോകും. സെലക്ടർ സ്വിച്ച് I1ലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ 0 ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഔട്ട്പുട്ടിൽ എന്താണ് ആ സമയത്ത് 0 വരും. വെൻ ഇൻപുട്ട് ഇസ് 0 1 ഔട്ട്പുട്ടിൽ എനിക്ക് 0 വരും. കാരണം എന്താണ്? സെലക്ടർ സ്വിച്ച് I1ലേക്ക് കൊടുത്തിട്ടുണ്ട്. I1 0 അപ്പോൾ ഉണ്ടായിരിക്കണം. വെൻ ഇൻപുട്ട് ഇസ് 1 0 തേർഡ് സെലക്ടർ സ്വിച്ച് ഓൺ ആവും I2. അപ്പോൾ എന്തായിരിക്കണം? തേർഡ് സെലക്ടർ സ്വിച്ച് ഷുഡ് ബി 0. I2 ഷുഡ് ബി 0. വെൻ ദ ഇൻപുട്ട് ഇസ് 1 1 ഫോർത്ത് സെലക്ടർ സ്വിച്ച് ഓൺ ആവും. ഫോർത്ത് സെലക്ടർ സ്വിച്ച് ഷുഡ് ബി 1. കാരണം എന്താണ്? വെൻ ദ ഇൻപുട്ട് ഇസ് സെയിം ഔട്ട്പുട്ട് ഷുഡ് ബി ഹൈ. When the input is same, output should be high. എങ്ങനെ ഹൈ ആവും? When the selector switch is given to I4 line. Sorry, I3 line. So I3 should be എന്താണ് 1. സോ നമ്മുടെ പാറ്റേൺ എന്താണ്? ഏത് ഓർഡറിലാണ് നമുക്ക് വേണ്ടത് എന്ന് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. വി വാണ്ട് ഇൻ ദ ഓർഡർ I0, I1, I2 ആൻഡ് I3. സോ നമുക്ക് എന്ത് കിട്ടി? I0, I1, I2, I3 is in the order 1 0 0 1. ഓപ്ഷനിലുണ്ടോ നോക്കുക. ആൻസർ ഈസ് ഓപ്ഷൻ ബി അല്ലേ? സോ നമുക്ക് എന്ത് ഓർഡറിലാണ് ഇൻപുട്ട് മക്സിൽ കൊടുക്കേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ദാറ്റ് ദ മക്സ് ഇസ് നൗ ആക്ടിങ് ആസ് ആൻ XNOR ഗേറ്റ്. XNOR മക്സ് എങ്ങനെ XNOR ആക്കി മാറ്റാം? അതിന് സെലക്ടറിൽ നമ്മൾ ഇങ്ങനെ കൊടുത്താൽ മതി. ഓക്കെ ആണല്ലോ? ശരി, അടുത്ത ക്വസ്റ്റ്യൻ. എ 4-bit സിങ്ക്രണസ് കൗണ്ടർ, ഒരു 4-bit സിങ്ക്രണസ് കൗണ്ടർ, ശരി, has flip-flop having a propagation delay of 50 nanoseconds. So propagation delay of the flip-flop എന്ന് പറഞ്ഞാൽ it is 50 nanosecond each. ഓരോന്നിനും 50 nanosecond ആണ്. സിങ്ക്രണസ് കൗണ്ടർ ആണ്, ശ്രദ്ധിക്കുക. അസിങ്ക്രണസ് കൗണ്ടർ ആണെങ്കിൽ നമുക്ക് ടോട്ടൽ ഔട്ട്പുട്ട് വരാനായിട്ട് 4 ക്ലോക്ക് പൾസ് വേണ്ടി വരും. കാരണം എന്താണ്? ഫസ്റ്റിൻ്റെ ക്ലോക്ക് പൾസിൽ നിന്ന് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്തിട്ട് സെക്കൻഡ് ഇൻപുട്ടിൽ പോയിരിക്കും. സെക്കൻഡിന് അടുത്ത ക്ലോക്ക് പൾസ് വരുമ്പോഴേ ആ സെക്കൻഡിലെ ഔട്ട്പുട്ട് ഫസ്റ്റിൻ്റെ ഔട്ട്പുട്ടായ സെക്കൻഡിൻ്റെ ഇൻപുട്ട് അത് പ്രൊപ്പഗേറ്റ് ചെയ്ത് സെക്കൻഡിൻ്റെ ഔട്ട്പുട്ടിലേക്ക് പോകും. അത് അസിങ്ക്രണസ് കൗണ്ടർ. കാരണം അസിങ്ക്രണസ് കൗണ്ടറിൻ്റെ ക്ലോക്ക് കൊടുത്തേക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുന്നേ ഉള്ള ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നാണ് എടുത്ത് കൊടുത്തേക്കുന്നത്. സോ ഓരോ ക്ലോക്ക് ഒരു 4 ക്ലോക്ക് പൾസ് മിനിമം കഴിയണം. എന്താണ്? ഫസ്റ്റ് ഡേറ്റ പ്രൊപ്പഗേറ്റ് ചെയ്തെങ്കിൽ എൻഡിലേക്ക് ചെല്ലാൻ അല്ലേ? ഫസ്റ്റ് ഡേറ്റ അല്ലെങ്കിൽ ഫസ്റ്റ് ഡേറ്റ പ്രോസസ്സായി പ്രൊപ്പഗേറ്റ് ചെയ്ത് എൻഡ് റിസൾട്ടിലേക്ക് വരാൻ. പക്ഷേ സിങ്ക്രണസ് കൗണ്ടർ ആണെങ്കിൽ ഒറ്റ ക്ലോക്ക് പൾസിൽ തന്നെ ഒരു ക്ലോക്ക് പൾസ് കൊടുത്തു കഴിയുമ്പോൾ ഈ 50 നാനോസെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യും. പക്ഷേ പറയുന്നുണ്ട് 50 നാനോസെക്കൻഡ് എന്ന് പറയുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഡിലേയും അതോടൊപ്പം തന്നെ ആൻറ്റി ഗേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ആൻറ്റി ഗേറ്റ് എന്തോ ഒരു പർപ്പസിന് അവർ യൂസ് ചെയ്യുന്നുണ്ട്. സോ അറ്റ് ദ ഔട്ട്പുട്ട് ഓഫ് ദ സിങ്ക്രണസ് കൗണ്ടർ ആൻഡ് ആൻറ്റി ഗേറ്റ് ഈസ് യൂസ്ഡ്. സോ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആദ്യത്തെ ക്ലോക്ക് പൾസ് കൊടുത്തു കഴിയുമ്പോൾ തന്നെ 4 ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടിലും 50 നാനോസെക്കൻഡ് കഴിഞ്ഞ് ഔട്ട്പുട്ട് വരും. ആ ഔട്ട്പുട്ട് ആൻറ്റി ഗേറ്റും വഴി കൂടെ കയറി പ്രോസസ്സ് ചെയ്ത് പുറത്ത് വരുന്നതിന് വേണ്ടിയിട്ട് ഒരു അഡീഷണൽ 20 നാനോസെക്കൻഡും കൂടെ എടുക്കും. ഒരു ആൻറ്റി ഗേറ്റേ ഉണ്ടാകത്തുള്ളൂ, കൂടുതൽ ആൻറ്റി ഗേറ്റിൻ്റെ കഥകളൊന്നും പറയുന്നില്ല. സോ ദ ടോട്ടൽ പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത് 50 + 20 നാനോസെക്കൻഡ് ഈസ് ഈക്വൽ ടു 70 നാനോസെക്കൻഡ്സ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ 70 നാനോസെക്കൻഡ്സ് കഴിഞ്ഞിട്ടേ ഇനി അടുത്ത ക്ലോക്ക് പൾസ് വരാവുന്നതാണ്. മിനിമം ടൈം പീരീഡ് ഓഫ് ദ ക്ലോക്ക് പൾസ് എന്ന് പറഞ്ഞാൽ 70 നാനോസെക്കൻഡ്സ് ആയിരിക്കണം. ക്വസ്റ്റ്യൻ: ദ മാക്സിമം ഫ്രീക്വൻസി ഓഫ് ദ ക്ലോക്ക് പൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം ഫ്രീക്വൻസി ഓഫ് ദ ക്ലോക്ക് പൾസ് എന്ന് പറഞ്ഞാൽ 1 മിനിമം ടൈം പീരീഡ് ഓഫ് ദ ക്ലോക്ക് പൾസ്. മിനിമം ടൈം പീരീഡ് ഓഫ് ദ ക്ലോക്ക് പൾസ് എന്താണ്? 1/70 നാനോസെക്കൻഡ്സ്. കാരണം ഞാൻ പറഞ്ഞു ഈ 70 നാനോസെക്കൻഡ്സ് മിനിമം വേണം നമ്മുടെ
ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് സിംഗ്രണസ് കൗണ്ടറിൻ്റെ ഔട്ട്പുട്ട് ജനറേറ്റ് ആയി റെഡി ആയി നിൽക്കാൻ. എന്നിട്ട് വേണം, കാരണം ഈ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ചിലപ്പോൾ അടുത്ത ഏതെങ്കിലും ഒന്നിൻ്റെ ഇൻപുട്ടിലേക്ക് പോകുന്നുണ്ടാവും. സോ 70 നാനോ സെക്കൻഡ്സ് കഴിഞ്ഞാൽ ഈ ആൻഡ് ഗേറ്റിലും കൂടെ കയറി എന്താണ് നമ്മുടെ ഡേറ്റ പ്രോസസ്സായി പുറത്തേക്ക് വന്ന് അടുത്ത കൗണ്ടറിൻ്റെ ഇൻപുട്ടിലേക്ക് വന്ന് ഇരിക്കത്തുള്ളൂ. സോ മിനിമം ക്ലോക്ക് പൾസ് വിഡ്ത്ത് 70 നാനോ സെക്കൻഡ് ആയിരിക്കണം. കാരണം ഈ 70 നാനോ സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് അടുത്ത എഡ്ജ് വരാൻ പാടുള്ളൂ, അടുത്ത ക്ലോക്കിൻ്റെ എഡ്ജ് വരാൻ പാടുള്ളൂ. എഡ്ജ് അല്ലെങ്കിൽ ലെവൽ, വാട്ട് എവർ ഇറ്റ് ഇസ്. സോ 1/70 നാനോ സെക്കൻഡ്സ് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് 14.3 മെഗാ ഹെർട്സ്. എന്താണ് നമുക്ക് 14.3 മെഗാ ഹെർട്സ് ജനറേറ്റ് ആവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു DACൻ്റെ ക്വസ്റ്റ്യൻ ആണ്, ഒരു 8-ബിറ്റ് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ. നമുക്ക് ADC DAC എന്നൊക്കെ ഒരു ക്വസ്റ്റ്യനൊക്കെ എക്സ്പെക്ട് ചെയ്താൽ മതി, അതിനേക്കാളും കൂടുതൽ വരത്തില്ല. ADCനെയും DACനെയും പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ശ്രദ്ധിക്കുക, ആൻ 8-ബിറ്റ് DAC യൂസസ് എ ലാഡർ നെറ്റ്വർക്ക്. ഒരു ലാഡർ നെറ്റ്വർക്കാണ് യൂസ് ചെയ്യുന്നത്. ശരി, ദ ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ദ കൺവേർട്ടർ ഇസ് 10 വോൾട്ട്. ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ദ കൺവേർട്ടർ ഇസ് 10 വോൾട്ട്. ലാഡർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാഡർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ ആണ് അല്ലേ. പതുക്കെ പതുക്കെ ഓരോ ലാഡറായിട്ട് അനലോഗ് വോൾട്ടേജ് ബിൽഡ് ചെയ്ത് പോകും. ഇതിനെയാണ് ലാഡർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ദ കൺവേർട്ടർ, അതായത് ഇതുവരെയുള്ള ആനലോഗ് ഔട്ട്പുട്ടിൻ്റെ കാര്യമാണ് പറയുന്നത് 10 വോൾട്ട്. ദ റെസൊല്യൂഷൻ എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ് ആൻഡ് ഇൻ വോൾട്ട്. We have to express the resolution in percentage and also in volt. So നമുക്കറിയാം എന്താണ് പെർസെൻറ്റേജ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പെർസെൻറ്റേജ് റെസൊല്യൂഷൻ ഇസ് ഈക്വൽ ടു 1/2n-1. ഇതാണ് പെർസെൻറ്റേജ് റെസൊല്യൂഷൻ. n എന്താണ്? വേർ n ഇസ് ദ നമ്പർ ഓഫ് ബിറ്റ്സ് ഓഫ് ദ DAC. ഈ DAC എത്ര ബിറ്റാണ് എന്നുള്ളതാണ് ഈ സ്മോൾ n റെപ്രസെൻറ്റ് ചെയ്യുന്നത്. That is 1/2n എത്രയാകുന്നു? 8-1. 2⁻8-1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് 1/255. 1/255 എന്ന് പറയുമ്പം ഇറ്റ് ഈസ് ആക്ച്വലി 0.39%. 0.39%. പെർസെൻറ്റേജ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 1/2n-1 ഇൻറ്റു 100 ആണ്. ഓക്കെ, കാരണം പെർസെൻറ്റേജ് അല്ലേ, സോ വി ഹാവ് ടു ഡു ഇൻറ്റു 100. ഇൻറ്റു 100 ചെയ്യുമ്പോഴാണ് നമുക്ക് 0.39% കിട്ടുന്നത്. ഇനി എന്താണ് ചോദിച്ചിരിക്കുന്നത്? പെർസെൻറ്റേജ് റെസൊല്യൂഷൻ കഴിഞ്ഞു, അതോടൊപ്പം തന്നെ വാട്ട് ഈസ് ദ റെസൊല്യൂഷൻ എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ് ആൻഡ് ഓൾസോ ഇൻ വോൾട്ട്. വി ഹാവ് ടു എക്സ്പ്രസ് ദ റെസൊല്യൂഷൻ ഇൻ വോൾട്ട്. വോൾട്ടിലും കൂടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് റെസൊല്യൂഷൻ, വാട്ട് ഈസ് ദ റെസൊല്യൂഷൻ ഇൻ വോൾട്ട്? റെസൊല്യൂഷൻ ഇൻ വോൾട്ട് ഈസ് ഗിവൺ ബൈ എന്താണ്? റെസൊല്യൂഷൻ R is equal to റെഫറൻസ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ 2⁻n-1. അതായത് ഇവിടെ ആനലോഗിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ്, ഞാൻ ഇവിടെ V ഔട്ട്പുട്ട് ആനലോഗ് എന്ന് പറയുന്നു, ഡിവൈഡഡ് ബൈ 2⁻n-1. ഇതെന്താണ്? 10 വോൾട്ട് അല്ലേ. സോ 10 ഡിവൈഡഡ് ബൈ 2⁻n-1 ഇത് ചെയ്യുക. 10 ഡിവൈഡഡ് ബൈ 2⁻n-1 ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ഗോയിങ് ടു ഗെറ്റ് 39 മില്ലി വോൾട്ട് എന്ന് നിങ്ങൾക്ക് കിട്ടും. യു ആർ ഗോയിങ് ടു ഗെറ്റ് 39 മില്ലി വോൾട്ട്. സോ ദ പെർസെൻറ്റേജ് റെസൊല്യൂഷൻ ഈസ് 0.39%. Resolution in voltage is 39 millivolt. So നമ്മുടെ ആൻസർ എന്താണ്? Our answer comes out to be option D. ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ആൻ 8085 മൈക്രോ പ്രോസസ്സർ. നമ്മുടെ ഡിജിറ്റലിനകത്ത് മൈക്രോ പ്രോസസ്സറും കൂടെ ഇൻക്ലൂഡഡ് ആണല്ലേ. സോ അതുകൊണ്ട് ഒരു മൈക്രോ പ്രോസസ്സറിൻ്റെ 2 ക്വസ്റ്റ്യൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. In an 8085 microprocessor, the contents of the accumulator after the following instructions are executed. അതായത് അക്യൂമുലേറ്റർ എന്ന് പറയുന്ന ഒരു മൾട്ടിപർപ്പസ് രജിസ്റ്റർ നമ്മുടെ കയ്യിലുണ്ട്. എന്ത് ALU ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്താലും അക്യൂമുലേറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഇത് ചേഞ്ച് ആവും. സോ ഒരു സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ തന്നിട്ടുണ്ട്. ഈ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ സ്റ്റാറ്റസ് ഓഫ് അക്യൂമുലേറ്റർ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ശരി, നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യേണ്ടതെന്ന് അല്ലേ. വാട്ട് ഈസ് ദ സ്റ്റാറ്റസ് ഓഫ് അക്യൂമുലേറ്റർ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ XRA. അക്യൂമുലേറ്ററിലെ കണ്ടന്റ് എന്തായിരുന്നു എന്നൊന്നും ഇവിടെ ആരും മെൻഷൻ പോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പോയിന്റ് അല്ലേ.
ശ്രദ്ധിക്കുക, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് XRA. XRA accumulator. XRA is an XOR operation conducted on accumulator അല്ലേ? An XOR operation is conducted on accumulator. So ശ്രദ്ധിക്കുക, an accumulator XORing with itself. Same input ആയില്ലേ? When inputs are same to an XORing operation, output is going to be 0. So after the first instruction, accumulator content is going to be 0 0. Accumulator content എന്തായി മാറി? Accumulator 0 0 ആയി മാറി. Next is MVI B, F0. എന്ന് പറഞ്ഞാൽ എന്താണ്? നെക്സ്റ്റ് ബി എന്ന് പറയുന്ന ഒരു ജനറൽ പർപ്പസ് രജിസ്റ്റർ ഉണ്ട് അല്ലേ? ബിക്കകത്ത് MVI B is an immediate instruction. Immediate instruction means the data അല്ലെങ്കിൽ ഓപ്പറാൻഡ് is directly mentioned in the instruction. ആ ഓപ്പറാൻഡിനെ അല്ലെങ്കിൽ ആ ഇൻസ്ട്രക്ഷനെ, ആ ഡേറ്റനെ ഡയറക്റ്റ് ആയിട്ട് എടുത്ത്, എന്താണോ ഇൻസ്ട്രക്ഷൻ തന്നിരിക്കുന്നത് ആ ഡേറ്റ ഡയറക്റ്റ് ആയിട്ട് എടുത്ത് ബിക്കകത്തേക്ക് കൊണ്ടിടുക. സോ ബി ഈസ് നൗ സ്റ്റോറിങ് F0. Question, subtract B. Sub B. Sub B is an instruction to subtract B. Sub B ചെയ്തു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ പ്രോസസ്സർ ചെയ്യുന്നത്? പ്രോസസ്സർ അക്യൂമുലേറ്ററിനകത്ത് A മൈനസ് B സ്റ്റോർ ചെയ്യും. സോ നമ്മുടെ കണ്ടന്റ് ഓഫ് ദ അക്യൂമുലേറ്റർ ആഫ്റ്റർ ദ ഇൻസ്ട്രക്ഷൻ ഇസ് ഡൺ ഈസ് A മൈനസ് B. സോ നമ്മുടെ ഡ്യൂട്ടി ഇപ്പോൾ എന്താണ്? ടു കാൽക്കുലേറ്റ് ദ A മൈനസ് B. ശ്രദ്ധിക്കുക, വി ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ് എന്താണ്? 0 0 മൈനസ് B എന്താണ്? F0. ഇതെങ്ങനെ മൈനസ് ചെയ്യും? ഇതെങ്ങനെ മൈനസ് ചെയ്യും എന്നാണ് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ. ഒരുപാട് മെത്തേഡ് ഉണ്ട്. ആക്ച്വലി നമ്മുടെ പ്രോസസ്സർ സബ്ട്രാക്ഷൻ ചെയ്യുക മീൻസ് ഇറ്റ് ഈസ് ആക്ച്വലി പെർഫോമിങ് 2's കോംപ്ലിമെൻറ്റ് അഡീഷൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0 0 ശരി മൈനസ് F0 ഇല്ലേ? പ്രോസസ്സറിനെ ആഡ് ചെയ്യാനേ അറിയുള്ളൂ. സോ പ്രോസസ്സറിനെ പ്ലസ് നെഗേഷൻ ഓഫ് F0. നെഗേഷൻ ഓഫ് F0 നെഗറ്റീവ് കാണിക്കാൻ വേണ്ടി 1's കോംപ്ലിമെൻറ്റും 2's കോംപ്ലിമെൻറ്റും ഉണ്ട്. പ്രോസസ്സർ മേക്സ് യൂസ് ഓഫ് 2's കോംപ്ലിമെൻറ്റ് മെത്തേഡ്. സോ ഈ മൈനസ് F0നെ എനിക്ക് ഇനി ഒന്ന് റെപ്രസെൻറ്റ് ചെയ്യണം. മൈനസ് F0 എന്താണ്? മൈനസ് F0 എഫ് എന്ന് പറഞ്ഞാൽ 1 1 1 1, 0 എന്ന് പറഞ്ഞാൽ 0 0 0 0. ഞാൻ ബിറ്റ് റെപ്രസെൻറ്റേഷൻ, അതിൻ്റെ 2's കോംപ്ലിമെൻറ്റ്. അപ്പം ഇതിൻ്റെ എന്താണ്? 2's കോംപ്ലിമെൻറ്റ് എടുത്താലേ എനിക്കിനി പ്രൊസീഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. 2's കോംപ്ലിമെൻറ്റ് എടുക്കണം. അതിൻ്റെ 2's കോംപ്ലിമെൻറ്റ് എങ്ങനെ എടുക്കാം? 1's കോംപ്ലിമെൻറ്റ് എടുത്ത് 1 ആഡ് ചെയ്യുക. 1's കോംപ്ലിമെൻറ്റ് എടുത്താൽ ഇങ്ങനെ വരും. പ്ലസ് 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 with a carry 1, 0 with a carry 1, 0 with a carry 1, 0 with a carry 1. സോ 1's കോംപ്ലിമെൻറ്റ് എടുത്തപ്പോൾ എനിക്ക് 1 0 ഹെക്സാഡെസിമൽ എന്ന് വന്നു. സോ ആക്ച്വലി ഇപ്പോൾ എന്താണ് ചെയ്തിരിക്കുന്നത്? 0 0 മൈനസ് F0ന് വരാം 0 0 പ്ലസ് നെഗറ്റീവ് ഓഫ് F0, അതായത് 1 0. പരിപാടി കഴിഞ്ഞു. എന്താണ്? ഇറ്റ് ഈസ് 0 1. സോ അക്യൂമുലേറ്റർ കണ്ടന്റ് ഈസ് എന്താണ്? അക്യൂമുലേറ്റർ കണ്ടന്റ് ഈസ് 1 0. പക്ഷേ ഈ കണ്ടന്റിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾക്ക് ഫ്ലാഗ് രജിസ്റ്റർ നോക്കേണ്ടി വരും. ഫ്ലാഗ് രജിസ്റ്റർ നോക്കേണ്ടി വരും. കാരണം ഫ്ലാഗ് രജിസ്റ്റർ ഇനി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാരി ഫ്ലാഗ് 1 ആയിട്ട് ഇരിക്കുന്നതൊക്കെ കാണാൻ സാധിക്കും. കാരണം സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ 2's കോംപ്ലിമെൻറ്റ് അഡീഷൻ കഴിഞ്ഞ് ക്യാരി ഓവർ 0 ആണെങ്കിൽ ആ ക്യാരീൻ്റെ കോംപ്ലിമെൻറ്റ് എടുത്ത് വേണം നമ്മൾ ക്യാരി ഫ്ലാഗിനകത്തേക്ക് എന്താണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. സോ ക്യാരി ഫ്ലാഗ് ഈസ് ഗോയിങ് ടു സ്റ്റോർ 1 ആഫ്റ്റർ ദ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ശരി, അങ്ങനെ ഇരുന്നോട്ടെ. സോ നമ്മുടെ ആൻസർ എന്താണ്? ഓട്ടോറിറ്റീസ് നമ്മുടെ ആൻസർ നമുക്ക് അക്യൂമുലേറ്റർ കണ്ടന്റ് മതി. അക്യൂമുലേറ്റർ കണ്ടന്റ് ഈസ് ഗോയിങ് ടു ബി 1 0. ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദി ഔട്ട്പുട്ട് എഫ് ഓഫ് ദ 4 to 1 മക്സ് ഷോൺ ഇൻ ദ ഫിഗർ. ഇത് +5 വോൾട്ട് ആണ്. ദിസ് ഈസ് +5 വോൾട്ട്. ദാറ്റ് ഈസ് കമ്പൈൻഡ്ലി ഗിവൺ ടു 3 2 and 1. മക്സ് എന്താണെന്ന് ഇനി പറയേണ്ട കാര്യമില്ലല്ലോ. മക്സസ് എന്താണ്? 4:1 മക്സ്. ദാറ്റ് മീൻസ് 4 ഇൻപുട്ട് ഉണ്ട്. 4 ഇൻപുട്ടിൽ ഏത് വേണമെങ്കിലും സെലക്ട് ആവാം. അങ്ങനെ സെലക്ട് ആവണമെങ്കിൽ വി നീഡ് ടു ഹാവ് എന്താണ്? 2 സെലക്ടർ ലൈൻസ്, 2 സെലക്ടർ ലൈൻസ് വേണം. സെലക്ടർ സ്വിച്ചസ് കാണിക്കുന്നുണ്ട് S1 and S0. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി ഔട്ട്പുട്ട് എഫ് എന്നാണ് ക്വസ്റ്റ്യൻ. S1ലും S0യും നമ്മൾ എക്സും വൈ ആയിട്ടാണ് ഇൻപുട്ട് കൊടുക്കുന്നത്. ആൻഡ് ദി ഔട്ട്പുട്ട് ഓപ്ഷൻ ഇസ് ഗിവൺ ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈ. സോ നമുക്കിത് എങ്ങനെയായിരിക്കും പ്രൊസീഡ് ചെയ്യാം? S1 and S0 അല്ലേ? എക്സ് ആൻഡ് വൈ. 3 2 1 0.
ഞാൻ പറഞ്ഞു എന്താണ് S1 S0 മക്സിൻ്റെ കോമ്പിനേഷൻ നമുക്കറിയാം അല്ലേ. S1 S0 0 വന്നു കഴിഞ്ഞാൽ ഏറ്റവും ലോവസ്റ്റ് വെയിറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും താഴെ ഇരിക്കുന്ന പിന്നെന്നല്ല, ചിലപ്പോൾ ഈ 0 എടുത്ത് മുകളിൽ കാണിക്കാം. 0th വെയിറ്റേജ് ഉള്ള ഇൻപുട്ടിനെ സെലക്ട് ചെയ്യും. സോ 0 വന്നു കഴിഞ്ഞാൽ ഇത് സെലക്ട് ആവും. 01 വന്നു കഴിഞ്ഞാൽ 1 സെലക്ട് ആവും. 10 കൊടുത്തു കഴിഞ്ഞാൽ 2 സെലക്ട് ആവും. 11 കൊടുത്തു കഴിഞ്ഞാൽ 3 സെലക്ട് ആവും. സോ നമ്മുടെ എക്സ് വൈൻ്റെ ഒരു പാറ്റേൺ പോക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിക്കളയാം. വി ഹാവ് എക്സ് ആൻഡ് വി ഹാവ് വൈ. എക്സ് വൈൻ്റെ പല കോമ്പിനേഷൻ 0 0 0 1 1 0 ആൻഡ് 1 1. 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ 0യിലേക്കുള്ള ഇൻപുട്ട് ദാറ്റ് ഈസ് ഗ്രൗണ്ടഡ്. സോ ഔട്ട്പുട്ട് ഈസ് ഗോയിങ് ടു ബി 0. നെക്സ്റ്റ് നോക്കുക, 1 ആയാലും 2 ആയാലും 3 ആയാലും +5 വോൾട്ടാണ് കൊടുത്തേക്കുന്നത്. +5 വോൾട്ട് വിത്ത് കമ്പയർ ടു ഗ്രൗണ്ട് നമുക്ക് എന്താണ് ഡിജിറ്റൽ 1 ആക്കി എടുക്കാം. സോ 01 ആയാലും 10 ആയാലും 11 ആയാലും വി ആർ ഹാവിങ് ഔട്ട്പുട്ട് 1. വി ഹാവ് എന്താണ് ഔട്ട്പുട്ട് 1. ശരി, അപ്പോൾ എന്താണ് ഈ ഗേറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? അല്ല, ഗേറ്റ് എന്നല്ലല്ലോ. ശരി, വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് എഫ്? വാട്ട് ഈസ് ദി ഔട്ട്പുട്ട് എഫ്? ശ്രദ്ധിക്കുക, 0 കൊടുത്തപ്പോൾ 0, 01 കൊടുത്തപ്പോൾ 1, 10 കൊടുത്തപ്പോൾ 1, 11 കൊടുത്തപ്പോൾ 1. ഇത് നമുക്ക് അറിയാമെന്നുള്ളൊരു ഗേറ്റ് ആണ്. ദിസ് ഈസ് ആൻ ഓർ ഗേറ്റ്. വെറുതെ ഒരു ഓർ ഗേറ്റ് ആണ് ഈ കാണിച്ചേക്കുന്നത് അല്ലേ? ദിസ് ഈസ് നത്തിങ് ബട്ട് ഓർ ഗേറ്റ്. കാരണം എന്താണ്, ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആയാൽ ഔട്ട്പുട്ട് ഈസ് 1. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ആൻ ഓർ ഗേറ്റ്. ഓർ ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, F is equal to X plus Y. ഇത് നമുക്ക് ആരും പറഞ്ഞു തരേണ്ട കാര്യമേ ഇല്ല. സോ ഔട്ട്പുട്ട് F is going to be X plus Y. Option B. Output is going to be X plus Y, which is option B. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ ബൂളിയൻ ഫംഗ്ഷൻ, ശ്രദ്ധിക്കുക, എ ബൂളിയൻ ഫംഗ്ഷൻ FABCD is equal to pi, that means max term ആണ് പറയുന്നത്, pi 1 5 12 15, pi 1 5 12 15. അതിൻ്റെ അർത്ഥം എന്താണ്, ഇതിലില്ലാത്ത ടേം ആണ് മിൻ ടേം എക്സ്പ്രഷൻസ്. ഇതിലില്ലാത്ത ടേം ആണ് ശരിക്കും 1 ആയിട്ട് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഈ ഒരു എക്സ്പ്രഷൻ 4 ഇൻപുട്ട് ഉണ്ട്. ഇസ് ടു ബി ഇംപ്ലിമെൻറ്റഡ് യൂസിങ് ആൻ 8:1 മൾട്ടിപ്ലക്സർ. എ എന്ന് പറയുന്നത് MSB. സോ നമുക്ക് അതങ്ങനെ കൊടുക്കാൻ പറ്റുമോ? 8:1 മൾട്ടിപ്ലക്സർ മീൻസ് ആ 8:1 മൾട്ടിപ്ലക്സറിൻ്റെ ഇൻപുട്ട് ലൈൻ സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് 3 സെലക്ടർ സ്വിച്ചസേ ഉള്ളൂ, 3 സെലക്ടർ ലൈനേ ഉള്ളൂ. പക്ഷെ നമുക്കെന്താണ് 0 മുതൽ 15 വരെയുള്ള, അതായത് 16 ഇൻപുട്ടിനെ സെലക്ട് ചെയ്യാൻ പാകത്തിനുള്ള മക്സ് ആയിരുന്നു യൂസ് ചെയ്തേണ്ടിയിരുന്നത് അല്ലേ? ഇവിടെ ഇപ്പോൾ 16:1 ആയിരുന്നെങ്കിൽ കറക്റ്റ് ആയിരുന്നു തന്നെ. 4 സെലക്ടർ സ്വിച്ച് ABCD, നമുക്ക് അതനുസരിച്ച് ആവശ്യമുള്ള സെലക്ട് ചെയ്തങ്ങ് കൊടുത്താൽ മതി അല്ലേ? ആദ്യമേ ഞാൻ ഇതിൻ്റെ മിൻ ടേം എക്സ്പ്രഷൻ വരയ്ക്കും. ഇത് 1 5 12 15 ആണ് അല്ലേ? 1 5 12 15. ഇവിടെ പറയുന്നത് F is equal to pi 1 5 12 15 ആണെന്നാണ് അല്ലേ? അതിന് F is equal to മിൻ ടേംസ് ആക്കി ഞാൻ എഴുതുകയാണെങ്കിൽ 0 2 4 6 7 8 9 10 11 12 ഇല്ല അല്ലേ? 13 14. ഇത്രയാണ് മിൻ ടേം എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. സോ ശ്രദ്ധിക്കുക, നമുക്കിത് 3 സെലക്ടർ ലൈനേ ഉള്ളൂ. സോ ഇത് എങ്ങനെ പ്രൊസീഡ് ചെയ്യേണ്ടതെന്ന് ശ്രദ്ധിക്കുക. 3 സെലക്ടർ ലൈൻ ഉള്ളപ്പം പ്രൊസീഡ് ചെയ്യുന്ന ഫോർമാറ്റ് ശ്രദ്ധിക്കുക. ഞാനിവിടെ A ബാർ B ബാർ C ബാർ, നെക്സ്റ്റ് നമുക്ക് A ബാർ B ബാർ C, ഇത് 0 ആയി, ഇത് 1ന് കറസ്പോണ്ടിങ് ആയി അല്ലേ? A ബാർ B C, നെക്സ്റ്റ് നമുക്ക് എന്താ എഴുതാം? സോറി, A ബാർ B C ബാർ, നെക്സ്റ്റ് A ബാർ B C അല്ലേ? A ബാർ B C. ഇനി അതേപോലെ നമുക്കിനി എന്താണ് എയിൻ്റെ കോമ്പിനേഷൻസ് അല്ലേ? എയിൻ്റെ കോമ്പിനേഷൻ A ഇൻറ്റു B ബാർ C ബാർ, A ഇൻറ്റു B ബാർ C, A ഇൻറ്റു B C ബാർ, A ഇൻറ്റു B C. ഇതാണ് ABCയുടെ എല്ലാ കോമ്പിനേഷനും ഞാൻ എഴുതി. പക്ഷെ ഇത്രയും പോരാ നമുക്കല്ലേ? നമുക്കിനി ഒരാളെ കൂടെ വേണം. എന്താണ് നമുക്കിനി വേണ്ടത്? D ബാർ D. A MSB ആണെന്ന് പറയുന്നുണ്ട്. ഇത് പ്രൊസീഡ് ചെയ്യുന്ന വഴി ശ്രദ്ധിക്കുക. നമുക്ക് ഇത്രയേ സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ? കാരണം എന്താണ്, നമുക്കിവിടെ ABC ആണ് കൊടുത്തേക്കണം. സോ ABCയുടെ
8 കോമ്പിനേഷൻ എ ബി സിയുടെ 8 കോമ്പിനേഷൻ കൊണ്ട് നമുക്ക് 0 to 7 വരെ റെപ്രസെൻറ്റ് ചെയ്യാം. 0 0 0 ആണെങ്കിൽ ഇത് 0, 0 0 1 ആണെങ്കിൽ 1ലേക്ക് പോകും. അങ്ങനത്തെ ഒരു പോസിബിലിറ്റിയെ നമുക്ക് അറിയത്തുള്ളൂ അല്ലേ. സോ അതിൻ്റെ അർത്ഥം എന്താണ്? ദിസ് ഇസ് 0. അപ്പോൾ ഇവിടെ I0 സെലക്ട് ആവും. ഇവിടെ I1 കറസ്പോണ്ടിങ് ആയിട്ട്, I2 കറസ്പോണ്ടിങ് ആയിട്ട്, I3 കറസ്പോണ്ടിങ് ആയി, I4, I5, I6 ആൻഡ് വി ഹാവ് I7. ശ്രദ്ധിക്കുക, ദിസ് ഇസ് 0 അല്ലേ. എ ബാർ ഈ ബോക്സിൻ്റെ ഈ പിക്സലിൻ്റെ വെയിറ്റേജ് എത്രയാണ്? 0. എ ബാർ, ബി ബാർ, സി ബാർ, ഡി ബാർ. സോ ഇറ്റ് ഇസ് 0. സോ ഇത് 0, എ ബാർ, ബി ബാർ, സി ബാർ, ഡി. സോ ദിസ് ഇസ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. കറക്റ്റ് അല്ലേ? ശ്രദ്ധിക്കുക, എ ബി സി ഡി അതാണ് 15. ശരിയാണ് നമ്മൾ എഴുതിയത്. ഇനി എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കിയാൽ മതി. 0 2 4 ശ്രദ്ധിക്കുക. 0 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, സോറി 3 ഉണ്ട് അല്ലേ. നമ്മൾ 3 എഴുതാൻ വിട്ടുപോയി. 0 2 3 4. സോ 0 2 3 4, 5 ഇല്ല, 6 ഉണ്ട്. നെക്സ്റ്റ് 7 8 9 10 11 12 ഇല്ല, 13 ഉണ്ട്, 14 ഉണ്ട്. സോ നമുക്കിനി I0 എന്താണെന്ന് നോക്കാം. I0 ഈസ് ഗോയിങ് ടു ബി ഡി ബാർ. I0യിൽ നമ്മൾ ഡി ബാർ കൊടുത്താൽ മതി. എന്താണ്? I0യിൽ നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? ഡി ബാർ ആണ് കൊടുക്കേണ്ടത്. I1ലാണെങ്കിലോ, I1 ഡി 0 ആണെങ്കിൽ, ഡി ബാർ 0 ആണെങ്കിൽ I1 എപ്പോഴും എന്തായിരിക്കും? 1 തന്നെ ആയിരിക്കും. സോ I1 ഷുഡ് ബി 1. I2 ഷുഡ് ബി അഗെയിൻ ഡി ബാർ. I3 ഷുഡ് ബി 1. I4 ഷുഡ് ബി 1. I5 ഷുഡ് ബി 1. I6 should be D, I7 should be D bar. So ശ്രദ്ധിക്കുക, D1 D bar, 1 1 1 D D bar. D ഓപ്ഷൻ ബി നോക്കിക്കുക, D1 D bar, 1 1 1 D D bar. So ആൻസർ ഈസ് ഓപ്ഷൻ ബി. അതായത് നമുക്ക് ഈ ഒരു സംഭവം റിയലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ഫോർമാറ്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കൊടുക്കേണ്ട ഫോർമാറ്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? I0 എന്ന് പറഞ്ഞാൽ D bar 1 D bar 1 1 1 D bar. ഇങ്ങനെയാണ് നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കേണ്ടത്. ഇങ്ങനെ കൊടുത്താൽ മാത്രമേ നമ്മൾ എ ബി സി ഡിയുടെ പല പല കോമ്പിനേഷനിൽ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ കിട്ടത്തുള്ളൂ. ഓക്കെ ആണല്ലോ? ശരി. സോ ദിസ് ഇസ് ദ കറക്റ്റ് ആൻസർ. അതായത് നമ്മളിപ്പോൾ ചെയ്തത്, നമ്മൾ യൂസ് ചെയ്യേണ്ടിയിരുന്ന മക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് എന്താണ്? 16:1. 4 ഇൻപുട്ട് വേണമായിരുന്നു. ആ 16:1 മക്സിൻ്റെ റിയലൈസേഷൻ വി ഹാവ് മെയ്ഡ് യൂസിങ് ആൻ 8:1 മക്സ്. അപ്പോൾ നമ്മൾ ഫേസ് ചെയ്ത ബുദ്ധിമുട്ടാണ് ഇപ്പോൾ കണ്ടത്. സോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ പ്രൊസീഡ് ചെയ്യേണ്ട രീതിയാണ് നമ്മൾ പറഞ്ഞത്. നേരത്തെ പോലെ തന്നെ ക്വസ്റ്റ്യൻ അല്ലേ. എഫ് എ ബി സി ഡി ഈക്വൽ ടു മാക്സ് ടേം ആണ് പറഞ്ഞിരിക്കുന്നത്. 0 1 3 4 5 7. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു? എഫ് എ ബി സി ഡി ഈക്വൽ ടു മിൻ ടേമിൻ്റെ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ 0 1. So there is 2, there is 3, there is 4, there is 5, there is 6, 7. So there is 8, 9, there is 10, 11, 12, 13, 14, 15. So ഇതാണ് മാക്സ് ടേം. സോറി, ഇതാണ് മിൻ ടേം റിയലൈസേഷൻ. സോ ശ്രദ്ധിക്കുക, ഈ മിൻ ടേം റിയലൈസേഷൻ നമുക്ക് ഉപകാരപ്പെടുമോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം. എന്താണ്? ദിസ് ഇസ് ദ മിൻ ടേം റിയലൈസേഷൻ അല്ലേ. സോ ശ്രദ്ധിക്കുക, M 2 6 8 10 നമുക്കിതിനെ ഒന്ന് റിയലൈസ് ചെയ്യാൻ നോക്കാം. സോ 2 6 8 10 വന്നതുകൊണ്ട്, അല്ലെങ്കിൽ എ ബി സി ഡി ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് വേണം? വി ഷുഡ് ഹാവ് 8 സോറി നമുക്ക് കുറച്ച് വലുതായിട്ട് വരയ്ക്കാം അല്ലേ. വി ഹാവ് 16 അല്ലെങ്കിൽ 16 സെൽസ് നമ്മൾ വരയ്ക്കണം. 4:4 കെ മാപ്പ് നമുക്ക് വേണം. സോ ദിസ് ഇസ് മൈ എന്താണ്? 4:4 കെ മാപ്പ്. ഈ കെ മാപ്പിനകത്ത് എ ബി സി ഡി. ഓക്കെ, നമുക്കിത് എങ്ങനെ വരയ്ക്കാം? എ ബാർ ബി ബാർ, എ ബാർ ബി, എ ബി ബാർ, എ ബി. അതുപോലെ തന്നെ സി ബാർ ഡി ബാർ, സി ബാർ ഡി, സി ഡി ബാർ ആൻഡ് സി ഡി. 0 1 2 3 4 5 6 7 8 9 10 11
12, 13, 14, 15. സോ ഇതാണ് നമ്മുടെ ആക്ച്വലി കെ മാപ്പിൻ്റെ കംപ്ലീറ്റ് രൂപം എന്ന് പറയുന്നത് അല്ലേ. ഇതാണ് നമ്മുടെ കെ മാപ്പിൻ്റെ കംപ്ലീറ്റ് പിക്ചർ അല്ലെങ്കിൽ രൂപം. സോ ഇതിന് ഞാൻ റിയലൈസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടുന്നു? എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇതൊരു ഗ്രൂപ്പ് അല്ലേ. ദിസ് ഈസ് വൺ ഗ്രൂപ്പ് ആൻഡ് ദിസ് ഈസ് അനദർ ഗ്രൂപ്പ്. അതെന്താണ്? ദാറ്റ് ഈസ് എ ബി ബാർ സി ബാർ അല്ലേ. സോ എഫ് ഈസ് ഈക്വൽ ടു എ ബി ബാർ സി ബാർ. ബാക്കി താഴത്തെ നോക്കിയാലോ, ദാറ്റ് ഈസ് ബി ബാർ സി ഡി ബാർ. എന്താണ്? ബി ബാർ സി ഡി ബാർ അല്ലേ. ബി ബാർ പിന്നെ സി ഡി ബാർ. ഓക്കെ ശരി. സോ എഫ് ഈസ് ഈക്വൽ ടു നമുക്കിപ്പോൾ എന്താണ് കിട്ടിയത്? എഫ് ഈസ് ഈക്വൽ ടു എ ബി ബാർ സി. അതോടൊപ്പം തന്നെ എന്താണ്? വി ഹാവ് ബി സി ബാർ ഡി അല്ലേ. എ ബാർ ബി ബാർ എ ബാർ ബി എ ബി ബാർ എ ബി. സോ എ ബി ബാർ സി ബാർ അല്ലേ. സോറി, എ ബി ബാർ സി ബാർ. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എന്തുണ്ട്? ബി സി ബാർ ഡി ബാറും ഉണ്ട് അല്ലേ. ബി സി ബാർ ഡി ബാർ. സോ ഇത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇതിനകത്ത് ഉണ്ടോ എന്ന് നോക്കാം. സോ ഇതിനകത്ത് ഓപ്ഷന് കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. നമ്മൾ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ദ ഫൈനൽ ആൻസർ ഇസ് ഗോയിങ് ടു ബി എ ബി ബാർ സി ബാർ പ്ലസ് എന്താണ്? ബി സി ബാർ ആൻഡ് ഡി ബാർ. ഇവിടെ എ സി ബാർ ഡി എ ബാർ ബി അതും തെറ്റാണ്. എ സി ഡി ബാർ അല്ലേ. എ സി ഡി ബാർ വരാൻ ചാൻസ് ഉണ്ടോ എന്ന് നോക്കാം. എ സി ഡി ബാർ വരാൻ ചാൻസ് ഇല്ല അല്ലേ. എ സി ഡി ബാർ വരാനും ചാൻസ് ഇല്ല. സോറി, എ ബാർ സി ഡി ബാർ അല്ലേ. സോ ഫസ്റ്റ് വൺ ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ എ ബാർ സി ഡി ബാറും വരുന്നില്ല. സോ ശ്രദ്ധിക്കുക, നമുക്ക് ഈ ഓപ്ഷൻ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്യേണ്ടി വരും. ഈ ഓപ്ഷൻ നമുക്ക് ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി വരേണ്ടതാണ്. ഓക്കെ. സോ നമ്മുടെ ഫൈനൽ ആൻസർ എന്താണ്? എ ബി ബാർ സി ബാർ പ്ലസ് ബി സി ഡി ബാർ അല്ലേ. എ ബി ബാർ നമ്മുടെ ആൻസറിൽ കറക്റ്റ് തെറ്റൊന്നുമില്ല. എ ബി ബാർ സി ബാർ പ്ലസ് എന്താണ്? പ്ലസ് സി ഡി ബാർ ഉണ്ട്. സി ഡി ബാറിൻ്റെ കൂടെ നമുക്ക് എന്താണുള്ളത്? സി ഡി ബാറിൻ്റെ കൂടെ നമുക്ക് ഇവിടെ കോമൺ ആയിട്ടുള്ളത് ബി ബാർ ഉണ്ട്. സോ ബി ബാർ സി ഡി ബാർ, ബി ബാർ സി ഡി ബാർ, സോറി ബി ബാർ സി ഡി ബാർ. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. The shift register shown in the figure is initially loaded. Shift register ഒരു ക്വസ്റ്റ്യൻ ആണ്. It is loaded with a bit pattern 1010. കാണിച്ചിട്ടുണ്ട് 1010 ആണ് ഷിഫ്റ്റ് രജിസ്റ്ററിന്റെ പാറ്റേൺ. Subsequently the shift register is clocked and with each clock pulse the pattern gets shifted by 1 bit position to the right. ഷിഫ്റ്റ് രജിസ്റ്ററിന്റെ ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. ഓരോ ക്ലോക്ക് പൾസിലും ഈ ബിറ്റ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. സോ ഷിഫ്റ്റ് രജിസ്റ്റർ ആണ്. സോ ഇങ്ങനെ അത് കൗണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, ഷിഫ്റ്റ് രജിസ്റ്റർ സോറി കൗണ്ട് ചെയ്യത്തില്ല. ഷിഫ്റ്റ് രജിസ്റ്റർ മീൻസ് ഷിഫ്റ്റ് ചെയ്യത്ത് മാത്രമേ ഉള്ളൂ. സോ ബിറ്റിന് ലോസ് വരുമോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കാരണം ശ്രദ്ധിക്കുക, ഈ രണ്ട് ബിറ്റിൻ്റെ എക്സോറും എടുത്ത് ഇതിൻ്റെയും കൂടെ എക്സോർ എടുത്തിട്ട് ഔട്ട്പുട്ട് ഈ MSBയിലേക്ക് അടിച്ചടിച്ച് കയറ്റുന്നുണ്ട്. ഇത് റൈറ്റ് ഷിഫ്റ്റ് രജിസ്റ്റർ ആണ്. സോ ഒരു ക്ലോക്ക് പൾസ് കഴിയുമ്പം എല്ലാ ബിറ്റും ഈ 1 അപ്പുറത്തേക്ക് പോകും, ഈ 0 അപ്പുറത്തേക്ക് പോകും, ഈ 1 അപ്പുറത്തേക്ക് പോകും. ഈ ഇവിടെ ഇരിക്കേണ്ട ബിറ്റ് ഈ എക്സോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കും. ശരി, അങ്ങനെയാണെങ്കിൽ ആഫ്റ്റർ ഹൗ മെനി ക്ലോക്ക് പൾസസ് വിൽ ദ കണ്ടന്റ് ഓഫ് ദ ഷിഫ്റ്റ് രജിസ്റ്റർ ബി 1010 അഗെയിൻ? 1010 അഗെയിൻ. ഇതും ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുന്നതാണ് നല്ലത്. എത്ര ക്ലോക്ക് പൾസ് കഴിഞ്ഞാൽ വീണ്ടും 1010 വരും എന്നാണ് ക്വസ്റ്റ്യൻ. സോ MSB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മൂന്നിൻ്റെയും എക്സോർ ആണ്, ശ്രദ്ധിക്കുക. ശരി, നമുക്കെന്താണ് 1010 ആദ്യമേ കയ്യിലുണ്ട്. ഇതിൻ്റെ മൂന്നിൻ്റെയും എക്സോർ, ഇത് എക്സോർ ഇത് എക്സോർ ആണ് ഇവിടെ നമുക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഓക്കെ ആണല്ലോ. സോ ശ്രദ്ധിക്കുക, ആഫ്റ്റർ ഫസ്റ്റ് ക്ലോക്ക് പൾസ് കഴിയുമ്പം എന്തായാലും സംഭവിക്കുന്നത് 0 XOR 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 XOR 0 എന്ന് പറഞ്ഞാൽ 1. ആ 1 ഞാൻ MSBയിലേക്ക് വെക്കുന്നു. ഇത് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം 101 അല്ലേ, 101 ഫസ്റ്റ് ക്ലോക്ക് പൾസ് കഴിഞ്ഞു. സെക്കൻഡ് ക്ലോക്ക് പൾസ്, എത്ര ക്ലോക്ക് പൾസ് കഴിഞ്ഞ് വീണ്ടും എനിക്ക് ഇതേ സെയിം പാറ്റേൺ കിട്ടുമെന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്ലോക്ക് പൾസ് എന്ന് പറയുമ്പോൾ ഈ മൂന്നെണ്ണം ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും അല്ലേ. അതിന് മുന്നേ ഞാൻ എക്സോർ ഒന്ന് എടുത്തു നോക്കാം. 1 XOR 0 എന്ന് പറഞ്ഞാൽ 1,
1 XOR 1 is 0. So M must be 0 ആയി. അത് നേരത്തെ അങ്ങോട്ട് ഷിഫ്റ്റ് ആയിരുന്നു അല്ലേ? നേരത്തെ അങ്ങോട്ട് ഷിഫ്റ്റ് ആയി 1 1 0. തേർഡ് ക്ലോക്ക് പൾസ് കഴിയുമ്പോഴോ 0 XOR 1 is 1, 1 XOR 1 is 0. ആ 0 ഇവിടേക്ക് വരും 0 1 1. എന്നിട്ട് ഞാൻ അതിനെ ഷിഫ്റ്റ് ചെയ്യുന്നു. ഫോർത്ത് ക്ലോക്ക് പൾസ് കഴിയുമ്പോഴോ 1 XOR 1 is 0, 0 XOR 0 is again 0. സോ ഇവിടെ 0 0 0 1 ആയി. 1 XOR 1 0 അല്ലേ? ശരിയാണ്. 0 XOR 0 എന്ന് പറയുമ്പോൾ 0 XOR 0 is again 0. സോ ആ 0 ഇവിടെ ഇട്ടിട്ട് അതങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അഞ്ചാമത്തെ ക്ലോക്ക് പൾസ് 1 XOR 0 is 1, 1 XOR 0 is 1. സോ ഇവിടെ 1 ഇട്ടു, ഇതിനെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു 1000 എന്ന് പറയുന്ന പാറ്റേൺ. ആറാമത്തെ ക്ലോക്ക് പൾസ് 0 XOR 0 is 0, 0 XOR 0 is 0. ആ 0 എടുത്ത് ഇവിടെ ഇട്ടിട്ട് ഇതിനെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു 1 0 0. ഏഴാമത്തെ ക്ലോക്ക് പൾസ് ശ്രദ്ധിക്കുക 0 XOR 0 is 0, 0 XOR 1 is 1. ആ 1 എടുത്ത് ഇങ്ങോട്ട് ഇട്ടിട്ട് ഇതിനെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു 1 0 1 0. ശ്രദ്ധിക്കുക, നമ്മുടെ ഇൻപുട്ട് എന്തായിരുന്നു? 1 0 1 0. 7 ക്ലോക്ക് പൾസ് കഴിഞ്ഞപ്പോൾ ഐ ഗോട്ട് 1 0 1 0. എന്താണ്? 7 ക്ലോക്ക് പൾസ് എടുത്തു അല്ലേ? 7 ക്ലോക്ക് പൾസ് കഴിഞ്ഞപ്പോൾ മൈ ഔട്ട്പുട്ട് ഇസ് അഗെയിൻ 1 0 1 0. സോ അങ്ങനെയാണെങ്കിൽ എന്താണ് ഇപ്പോൾ സംഭവിച്ചത്? സംഭവിച്ചതൊന്നുമില്ല. മൈ ആൻസർ ഇസ് 7. ക്വസ്റ്റ്യനെ ഇതായിരുന്നു, എത്ര ക്ലോക്ക് പൾസിന് ശേഷം വീണ്ടും നമുക്ക് 1 0 1 0 കിട്ടുമെന്ന്. എത്ര ക്ലോക്ക് പൾസിന് ശേഷം? 7 ക്ലോക്ക് പൾസ്. സോ ഇങ്ങനത്തെ ക്വസ്റ്റിനകത്ത് ജസ്റ്റ് ഒരു എന്താണ് ഒന്ന് എഴുതുക, അല്ലാണ്ട് നമ്മൾ മൈൻഡ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ 1-2 ക്ലോക്ക് പൾസ് ഒക്കെ ആണെങ്കിൽ കിട്ടും. ശ്രദ്ധിക്കുക, ഇവിടെ ഓപ്ഷൻ 3 7 11 15 ഒക്കെയാണ്. 15 വല്ല ആൻസറിലേക്ക് പോകുന്നെങ്കിൽ നമ്മൾ എഴുതിയിട്ടില്ലെങ്കിൽ നമുക്ക് 100% തെറ്റും. മൈൻഡിൽ 15 വരെ കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ക്വസ്റ്റ്യൻ ഒറ്റ നോട്ടത്തിൽ ഈസി ആണെന്ന് തോന്നും, തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. ഒരു മൈക്രോ പ്രോസസ്സറുടെ ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കിയിട്ട് നമുക്ക് എന്താണ് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ശ്രദ്ധിക്കുക. ഇൻ an 8085 microprocessor based system, it is desired to increment the contents of the memory location. മെമ്മറി ലൊക്കേഷനിലെ കണ്ടന്റിനെ എനിക്ക് ഇൻക്രിമെൻറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. increment the contents of the memory location whose address is available in DE. മെമ്മറി ലൊക്കേഷൻ, അതായത് DE എന്ന് പറയുന്ന രജിസ്റ്റർ പെയറിൽ ഇരിക്കുന്ന അഡ്രസ്സിൽ ഇരിക്കുന്ന കണ്ടന്റ്, ആ അഡ്രസ്സിൽ ഇരിക്കുന്ന കണ്ടന്റിനെ എനിക്ക് ഇൻക്രിമെൻറ്റ് ചെയ്യണം. ഇൻക്രിമെൻറ്റ് ദ കണ്ടന്റ്സ് ഓഫ് memory location whose address is present in DE and store the result in the same location. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം? അതായത് മെമ്മറിക്കകത്ത് ഒരു കണ്ടന്റ് ഉണ്ട്, ആ മെമ്മറീൻ്റെ അഡ്രസ്സ്, മെമ്മറി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ റാം ആയിക്കോട്ടെ, ആ അവിടെ ഇരിക്കുന്ന ഒരു കണ്ടന്റിൻ്റെ അഡ്രസ്സ് ഇരിക്കുന്ന DE പെയറിലാണ്. എനിക്കതിനെ ഇൻക്രിമെൻറ്റ് ചെയ്യണം. ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് ആ സാധനം അവിടെ തന്നെ വയ്ക്കണം. ആ സാധനത്തിൻ്റെ ലൊക്കേഷനൊന്നും മാറാൻ പാടില്ല. ശരി, അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ ശ്രദ്ധിക്കുക, എക്സ്ചേഞ്ച്. ഓപ്ഷൻ എ ആദ്യം എക്സ്ചേഞ്ച് ഇൻസ്ട്രക്ഷൻ. എക്സ്ചേഞ്ച് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ DE പെയറിനകത്ത് ഇപ്പോൾ 1357 ഇരിക്കുന്നു. ആ 1357 ശ്രദ്ധിക്കുക, ആ 1357H എന്ന് പറയുന്ന അഡ്രസ്സ് പോയിന്റ് ചെയ്യുന്ന ലൊക്കേഷനിൽ 00 ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. ആക്ച്വലി ഇതാണ് ഇൻക്രിമെൻറ്റ് ചെയ്യേണ്ടത്, 00ന് 01ലേക്ക് ആക്കണം. ഓപ്ഷൻ എ ശ്രദ്ധിക്കുക, എക്സ്ചേഞ്ച് അല്ലേ? എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ DE പെയറിലെ കണ്ടന്റിനെ തൂക്കിയെടുത്ത് HL പെയറിനകത്തേക്ക് വെക്കുന്നു 1357. സോ ഇപ്പോൾ HL പെയറിനകത്ത് 1357 ഇരിപ്പുണ്ട്. ഇൻക്രിമെൻറ്റ് INR M എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ എന്താണ് ചെയ്യുന്നത്? മെമ്മറിയിലെ കണ്ടന്റിനെ INR M ഇപ്പോൾ ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത്? മെമ്മറി പോയിന്ററായ HL പെയറിലെ അഡ്രസ്സിലെ കണ്ടന്റിനെ എടുത്ത് പ്രോസസ്സറിനകത്ത് കൊണ്ടിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്ത് തിരിച്ച് അതേ ലൊക്കേഷനിൽ കൊണ്ടുവയ്ക്കും. തിരിച്ച് അതേ ലൊക്കേഷനിലേക്ക് കൊണ്ടുവയ്ക്കും. 3 മെഷീൻ സൈക്കിൾ എടുക്കും അല്ലേ? ഓപ്പ് കോഡ് ഫെച്ച്, മെമ്മറി റീഡ്, മെമ്മറി റൈറ്റ്, സെയിം ലൊക്കേഷനിൽ റൈറ്റ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷനാണ്. സോ ഇപ്പോൾ എന്ത് സംഭവിച്ചു? HL പെയറിനകത്ത് 1357ലേക്ക് പോകുന്നു, അവിടുത്തെ കണ്ടന്റ് എടുത്ത് പ്രോസസ്സറിനകത്തേക്ക് കൊണ്ടുപോകുന്നു, 00നെ 01 ആയിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്ത് വീണ്ടും അവിടെ തന്നെ റൈറ്റ് ചെയ്യുന്നു. അതല്ലേ ആക്ച്വലി നമുക്ക് വേണ്ടത്? അതാണ് നമുക്ക് വേണ്ടത്. സോ വി ഹാവ് എന്താണ്? എക്സ്ചേഞ്ച് ആൻഡ് INR M കറക്റ്റ് ആയിട്ടുള്ള ആൻസറാണ്. നെക്സ്റ്റ് ശ്രദ്ധിക്കുക, എക്സ്ചേഞ്ച് INX H.
INX H ചെയ്യാൻ പാടില്ല. കാരണം INX H ചെയ്ത് കഴിഞ്ഞാൽ 1357 എന്നുള്ളത് 1358 ആയി മാറും. അത്രയേ ഉള്ളൂ INX Hന്റെ കഥ. എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ HL പെയറിനകത്ത് 1357 വരും. INX H ചെയ്ത് കഴിഞ്ഞാൽ 1358 ആയി HL പെയർ അപ്ഡേറ്റ് ആവും. അത്രയേ ഉള്ളൂ. നമ്മൾ ഡേറ്റ അപ്ഡേറ്റ് ആവത്തില്ല. അതിന് INRM തന്നെ കൊടുക്കണം. INX D എക്സ്ചേഞ്ച് ഇതൊന്നും ശരിയാവത്തില്ല. INX D എന്ന് പറയുമ്പോൾ എന്താണ് 1358 ആയി. INX D എന്ന് പറയുമ്പോൾ 1358 ആയി. അതിനെ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ HL പെയറിനകത്ത് 1358 സേവ് ആവത്തേ ഉള്ളൂ. കണ്ടന്റ് ഡേറ്റനെ ഒന്നും തൊടുന്നില്ല. INRM എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും കൊടുക്കാൻ പോലും പറ്റത്തില്ല. കാരണം HL പെയറിനകത്ത് ഇപ്പോൾ എന്തിരിക്കുന്നെന്ന് അറിഞ്ഞൂടാ. D പെയറിലെ കണ്ടന്റിനെ HL പെയറിലേക്ക് വെച്ചാൽ മാത്രമേ നമുക്കിനി എന്തെങ്കിലും ചെയ്യാൻ തന്നെ പറ്റത്തുള്ളൂ. സോ നമ്മുടെ ആൻസർ എന്താണ്? ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓക്കെ, സോ ഇതൊക്കെയാണ് സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ദാറ്റ് ക്യാൻ ബി എക്സ്പെക്റ്റഡ്. സോ ഈ ഒരു ലെവലിൽ നിങ്ങൾ പഠിച്ചു പോവുക. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാൽ കുറച്ച് ടഫർ സൈഡിൽ നിൽക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. എക്സാമിനേഷന് വരുന്ന ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ ഈസി ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഇത് രണ്ടും നിങ്ങൾക്ക് ക്ലബ് ചെയ്ത് നിങ്ങൾക്ക് എക്സാമിനേഷനകത്ത് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ ആണല്ലോ? സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.